നേരം വെളുക്കുന്നതിന് മുമ്പ് കൂവിയ കൊന്നുകളയും പന്നി. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺവെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. ദൈവമേ, ബാക്കാണല്ലോ കണി, അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. ഇത് കണിയല്ല, കെണിയാ. ഞാനിവിടെ ഉണ്ടെന്ന് ഇവനെങ്ങനെ അറിഞ്ഞു? ധനനഷ്ടവും മാനഹാനയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണല്ലോ ഈശ്വരാ ഞാൻ കണ്ടത്. ഈ കെണി എവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണിയായിപ്പോ. ചെമ്പു, ഇങ്ങ് വാടാ. ചെമ്പു, ഇങ്ങ് വാടാ. ചെമ്പു, ഇങ്ങ് വാടാ. ഞാൻ ഇങ്ങ വാടാ. ചിമ്പു, ஊர்ல இருந்து என்ன தேடி ஒரு ஆளு வந்து ரோட்ல முன்னாடி நிப்புண்டு. உங்க சொந்தக்காரனா? ஏய், சொந்தக்காரனൊന്നുമല്ല. പിന്നെ யார் உங்கள நண்பனா? നമ്പൻ. അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. ചിമ്പു, നീ പോയി അവൻകിட்ட ചൊല്ല്, അവൻ തേടി വന്ന இந்த பாசி നാട് വിട്ട് പോയാച്ചിന്ന്. சொல்றேன். ஆனா எனக்கு 3 வடை வாங்கி கொடுக்கறியா? 2 ഡയലോഗിന് എന്തിനാടാ 3 വട? ഒരു വടை. டேய் தீர்த்தோ. ഇത്ര പെരിയ പൊഴി ചൊല്ലുறதுக்கே ഒരു വടയാ? ശരി 2 വട. ഓക്കേ. പക്ഷേ അടുത്ത ബസ്സിൽ അവനെ കേറ്റി വിടണം. അടുത്ത ബസ്സിലാ? അടുത്ത ബസ്സിൽ ഞാൻ ആക്കി വരേ. நில்லு, போகாதீங்க இங்க வா. ஏய், நீ இந்த பஸ்ஸில் போக கூடாது, அடுத்த பஸ்ஸில் தான் போணும். அப்பதான் எனக்கு வடை கிடைக்கும். ரெண்டு பஸ் போகுது. கேட்டு விடு. வா போணும். இந்த பஸ் போகட்டும். நீங்க அந்த பாசியை தானே தேடுறது? பாசியா? உங்கள பிரண்டா ஒண்ணு மெனக்கெடுத்து போடும். போய் சொல்லக்கூடாது. உன் ஃப்ரெண்ட் பாசி உனக்கு தெரியாதா? ഏത് തെണ്ടിയത്? ഇത് വലിയ കുരിശായല്ലോ ചേട്ടാ. ഞാന് എന്റെ നാട്ടില് പുതുസ് അതങ്ങോട്ട് കളഞ്ഞു. എനിക്ക് ഇവിടെ ആരെയും അറിയില്ല. നാന് കേരളത്തിൽ നിന്ന് വന്നത്, വെളിനാട്ടിൽ നിന്ന് വന്നത്. നാന് റോമിംഗ്. എന്നടാ சொன்ன? ஏமாத்த பாக்கிறியாடா திருட்டு மூஞ்சி? 2 വട കിടക്ക് വേണ്ട വിഷയടാ. ഇത് വലിയ കഷ്ടായല്ലോ. എനിക്ക് വടയും പാസി പണ്ടർന്ന് അറിഞ്ഞൂടാ. உங்களுக்கு தெரியாதா? வா. பாரு, அங்கே பாரு. பாசி. யோ என் வேலை முடியல. நீ இப்ப பார்த்த பாசி இல்ல, அவர் இங்க இல்ல. அவர் இந்த ஊரை விட்டு போயாச்சு. ഇപ്പള് കണ്ടല്ലേ പാസിയ? കണ്ടിട്ട് നാണ് അടുത്ത ബസ്സിക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ. ഇതെന്ത് പാശ കച്ചറ. ബാസി, ഇത് നിന്റെ വീടായിരുന്നോടാ? ബാസിക്കർ, നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്നാലും എത്ര കാലാണ് നിന്നെ കണ്ടിട്ട്. എടാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഭുവൻ, നിന്റെ പഴയ പാർട്ട്ണർ ഭുവനചന്ദ്രൻ. ദൈവോടാ നിന്നെ എനിക്ക് കാണിച്ചെന്ന്. എടാ, പയ്യൻ വന്ന് വിളിച്ചില്ലായിരുന്നു, ഞാൻ ആ ബസ്സിൽ കയറി പോയനടാ. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ. അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അവന്റെ ഒരു തമാശ. ബാസി, ഓസിന് താമസിക്കാൻ ഞാൻ സ്ഥലം അന്വേഷിച്ചെടുക്കായിരുന്നു. ശരിക്കും ദൈവോടാ എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത്. ഇത് പിടിച്ചേ. എന്താടേ? സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പോടാ. ഞാൻ പോവില്ല. പോടാ. ഞാൻ പോയാലെങ്ങനെ? എനിക്ക് ചില കാര്യങ്ങളെ കൂടെ ചെയ്തു തീർക്കാൻ. പോടാ. പോവില്ല. അണ്ണാ, 2 വട. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ മുളച്ച് വട പോലെയാകും. 4 വട എടുത്തോ. എന്താ ഇത്? എനിക്ക് 2 വടയിൽ പോച്ചു പറ്റുമാ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ. ഫാനിലടാ ഉണ്ടെങ്കി കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? ബാസി, ഇവിടെ ബാത്റൂം ഉണ്ടോടാ? എന്തിനാ? കുളിക്കാൻ. ഇതുപോലത്തെ അണ്ടർവെയർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ബാത്ത് ഡബ്ബി കുളിക്കാം. ബാത്ത് ടബ്ബാ? ഇതാണ് ഇവിടുത്തെ ബാത്ത് ടബ്. സകല അഴുക്കുകളും അടിയുന്ന ക്ലീൻ വാട്ടർ. അല്ല, എന്ന് മുതൽ തുടങ്ങിയ ശീലമൊക്കെ? ഏത്? പല്ലേപ്പ്. ആ വീട് വാടകയ്ക്കെടുത്തപ്പോ അതിലുണ്ടായ ഒരേ ഒരു ഫർണിച്ചർ ഈ ഉപയോഗിച്ച ബ്രഷാ. നിന്റെ കൂടെ കുറെ നാളും കൂടി നടന്നിരുന്നെങ്കിൽ ഈ ബ്രഷ് ഉപയോഗിക്കാനും പറ്റില്ലായിരുന്നു. നാട്ടുകാരെന്റെ പല്ല് മുഴുവനും തല്ലി തെറിപ്പിക്കില്ലായിരുന്നാ. പോടാ. അതിരിക്കട്ടെ,
നിന്നിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തതിന്റെ ഉദ്ദേശം എന്താണാവോ? നാട്ടില് നിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെ ഉള്ളവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. ഇത്തവണ എന്തായിരുന്നു ബിസിനസ്? നീ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പോലത്തെ ആപ്പൂപ്പ ബിസിനസ് ഒന്നും അല്ല. ഇതൊരു വലിയ കളിയാ. എന്താ ഉവ്വാ? കൊറേ സ്ഥലം ചുളുവിന് കിട്ടി. ഒരു 10-30 ഏക്കർ വരും. ഞാനതങ്ങോട്ട് വാങ്ങി. മറിച്ച് വിറ്റ ഒരു 1.5 കോടി കിട്ടും. വിഷുക്കോടിയാ ഓണക്കോടിയാ? അല്ല, 1.5 കോടി രൂപ. 1.5 കോടിയാ? അതേടാ. ആ സ്ഥലത്തിന്റെ പുറകിൽ ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നേരേക്ക് ആ സ്ഥലം ഒന്ന് വിൽക്കാനാ ഞാൻ വന്നത്. വാങ്ങാൻ ആള് റെഡിയാ. വേണമെങ്കിൽ നീയും കൂടിക്കോ. നല്ലൊരു തക ഞാൻ നിനക്കും തരാം. അപ്പൊ കണ്ടത് കെണിയായിരുന്നില്ല, നല്ലൊരു കണി തന്നെ ആയിരുന്നല്ലേ? അതേടാ. മുഖത്താണ് വൃത്തിട്ടൻ ഉമ്മോട്ടത്. അല്ലെങ്കിൽ ഒന്ന് പിണങ്ങി പിരിഞ്ഞു വെച്ച് പാർട്ട്നേഴ്സ് അല്ലാതെ ആവോ? നിന്റെ ഏത് ബിസിനസിനും ഞാൻ ഉണ്ടാവും കൂടെ. ആണാ? ഈ മുതുകങ്ങട് തേക്കാൻ കയ്യെത്തല്ല. അയ്യോ, ഇങ്ങോട്ട് കൊണ്ടാ, ഞാൻ തേച്ചു തരൂലേ? ഏതാ സ്ഥലം? കുറച്ചും കൂടി താഴെ. ഇതല്ല, പിന്നെ വാങ്ങിയ സ്ഥലം. ഓ, ആ 30 ഏക്കറാ? ഈ 30 ഏക്കർ സ്ഥലമാണോ നീ വാങ്ങിയത്? അതെ. നടുക്കൂടെ കനാൽ ഒഴുകുന്ന ഈ 30 ഏക്കർ സ്ഥലം തന്നെയാണോ നീ വാങ്ങിയത്? അതെ. നീ പാണ്ടിതുരെ എന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ല. കേട്ടിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ സ്ഥലം വാങ്ങില്ലായിരുന്നു. നീ കറുപ്പയ്യ സ്വാമി എന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ല. കേൾക്കണമായിരുന്നു. എങ്കിൽ ഈ പരിസരത്തേക്ക് പോലും നീ വരില്ലായിരുന്നു. ഈ 2 ചെകുത്താന്മാരും കൂടി എന്നും വെട്ടും കുത്തുക. അതിനകത്തുള്ള കനാലില്ലേ, അതിൽ നിന്നാണ് ഇവന്മാരുടെ 2ന്റെയും കൃഷിസ്ഥലത്തേക്കുള്ള വെള്ളം കിട്ടുന്നത്. പാണ്ടിതുര ആ സ്ഥലം കൈക്കലാക്കിയ കറുപ്പയ്യയുടെ കൃഷികരിയിൽ, കറുപ്പയ്യ കൈക്കലാക്കിയ പാണ്ടിതുര മുടിയും. ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഇവന്മാരുടെ ഇടയിൽ കിടന്ന് പെടാപ്പാട് വിടുകയായിരുന്നു. അങ്ങനെ 2 പേർക്കും വിൽക്കാനാവാതെ വന്നപ്പോഴാ ആ ഗൗണ്ടർ കേരളത്തിൽ വന്ന് ആ സ്ഥലം നിന്റെ തലയിൽ കെട്ടിവെച്ചത്. എന്നാലും ആ സ്ഥലം ഇത്ര കൃത്യമായിട്ട് നീ തന്നെ വാങ്ങി, കൃത്യമായിട്ട് നീ എന്റെ അടുത്ത് തന്നെ വന്നല്ലോടാ. എടാ, ഈ പറയുന്ന പാണ്ഡിതുരയും കറുപ്പയ്യസ്വാമിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? വേണ്ടടാ, പരിചയപ്പെടാൻ കൊള്ളാത്തനവാ. ആ സ്ഥലം വാങ്ങിയ നീയാണെന്ന് അറിഞ്ഞാലുണ്ടല്ല, അവന്മാര് നിന്നെ വെട്ടിക്കൊല്ലും. അങ്ങനെ അങ്ങോട്ട് പേടിച്ച് മാറിക്കാൻ പറ്റില്ല എനിക്ക്. ആ സ്ഥലത്തിന് വേണ്ടി മുടക്കിയ പണം തിരിച്ചു കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങള് കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതാണ് പാണ്ടിതുരയുടെ വീട്. നീ എന്തേ കാണിക്കുന്നേ? ഇവിടുത്തെ പണിക്കാരൊക്കെ താറുടുക്കണം. നിനക്ക് ഇവിടെയാണോ പണി? അതെ. എന്താ പണി? പണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കാലത്ത് ഇങ്ങോട്ട് വന്നാ മതി, പണി കിട്ടും. വാ. എന്തൊരു വലിയ വീടാ. ഈ വീടിന്റെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തെത്താൻ ഓട്ടോറിക്ഷ പിടിച്ച് പോണല്ലോ. വാ. നീ പാണ്ഡിതുരായിട്ട് എങ്ങനെയാ? എങ്ങനെയാണെന്നോ? രക്തബന്ധമാണടാ, രക്തബന്ധം. ആണോ? അണ്ണന്റെ അടികൊണ്ട് രക്തം ചിന്താത്ത ഒരു ദിവസം പോലും ഇല്ലടാ എനിക്ക്. അയാൾ എന്തിനാ കൊണ്ടുപോകുന്നത്? ചവിട്ടിക്കൂട്ടാൻ. നിർത്തങ്ങടാ. இந்த பொண்ணை நீ நேசிக்கிறியா? ஆனா இவ அப்பாவுக்கு அது பிடிக்கல. அவர் ஏன் ஆளு தெரியும்ல. நீ இந்த ஊரை விட்டே போயிடு. அது மட்டும் சொல்லாதீங்க, என் உயிரை அவ மேல வச்சிருக்கு. ஓ, அப்படியா? சின்னசாமி அண்ணே, அந்த தாலி அங்க வை. உனக்கு அவ்வளவு தைரியம் இருந்தா அவ கழுத்துல தாலி கட்டுறான். என்ன விட்டுடு, இந்த ஊரை விட்டு ஓடி போயிடு. தைரியம் இருந்த கட்டுறா. காளி ஐயா, இவன் பொழைச்சா ஊரு கூட்டு போ.
இல்லனா சுடுகாட்டுல தூக்கி போட்டுரு. சரிண்ணே. டேய், கேட்டா துப்பாக்கி நரைக்கும் போது தனியே வெடிச்சதுன்னு சொல்லணும். தெரியுதா? போ, போடா. ஏய் ஏய் ஏய். நீ எழுதுற கண்ணுல யாம் பூமியில விழக்கூடாது. நிறுத்து. அது போடு. ആരടാ അവൻ? ഞാൻ പിന്നെ പരിചയപ്പെട്ടോളാം. ഇപ്പൊ പോലെ പോയാ മുതുകത്ത് തൊള വീഴും. അണ്ണന്റെ തോക്കിന്റെ അകത്ത് ഇനി ഒരു ഉണ്ട കൂടി ബാക്കിയുണ്ട്. ഇങ്ങ വാ. ഇനി മടിച്ചു നിന്ന് അടുത്തത് വെടിയാ. ദാ വാടാ. വാ. ഇയാൾക്ക് മനസ്സിലാക്കണോ ഞാനാണ് സ്ഥലത്തിന്റെ ഉടമ? എനിക്ക് പേടിയുണ്ട്. ഡേയ്. ഇങ്ങ വാ. ഇവിടെ നടന്നു. ചെല്ല്. യാര്? എന്റെ കൂട്ടുകാരനാ നൻപൻ. നാട്ടിന്ന് വന്നതാ. ഓ, എന്നാ ജോലിയെ തേടി വന്നിയാ? അല്ല, അതെ, ജോലി അന്വേഷിച്ച് വന്നതാ. ഓ, തൽക്കാലം ജോലിക്കാരനായിട്ട് നിന്ന ആധാരം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാം. ഡേയ്, ഇങ്ങ വാടാ. വേണ്ട. അടാ വാടാ. ചെല്ല്. നിന്റെ നാട്ടുകാരനാ? അതെ. എന്താ ജോലി തരും? അങ്ങനെ ഒന്നുമില്ല, അവൻ എന്ത് പണിയും ചെയ്യും. ഓ, എന്ത് പറഞ്ഞാലും ചെയ്യോ? அப்படி ஓடு. ഈ പാസി നിന്റെ കൂട്ടുകാരനല്ലേ? അതെ. അവനാട്. അവനാടാ. ശരിക്കും അടി. അങ്ങനെ ചെയ്താൽ എനിക്ക് ഇവിടെ ജോലി കിട്ടൂ. അടാ അവനെ. ഞാൻ അടിക്കാൻ പറഞ്ഞാൽ അടിക്കണോ? അത് കൂട്ടുകാരനായാലും ശരി, അപ്പനാണാലും ശരി. മനസ്സിലായോ? മനസ്സിലായി. ഇനി അടിക്കണോ സാറേ? പറയുന്നത് ചെയ്താ മതി. അധികം സംസാരിക്കരുത്. പുരിഞ്ചതാ? പൊരിഞ്ചത്. കാളേ അണ്ണേ, ഉൻ പേരെണ്ണ? കാളി. അതാവൻ പേര്. പാണ്ഡിതുരെ. അത് ഞാൻ പേര്. ബാസി. ഉൻ പേരെണ്ണ? ഭുവൻ ചന്ദ്രൻ. ഭുവനേന്ദ്രൻ. இந்த பூர்ணச்சந்திரன் உங்க கூட்டத்துல சேர்த்துக்காங்க. തരാൻ എന്റെ ഒന്നുമില്ല. கைவேடா. இது என்னன்னு புரியுதா? அப்ப சொல்லு. അത്തള പിത്തള തവളാച്ചി മറിയം വന്ന് വിളക്കൂതി. நான் சொல்ற மாதிரி சொல்றா. என் உயிர் அண்ணனுக்கு. എൻ ഉയർ അണ്ണനുക്ക്. என் உடல் அண்ணனுக்கு. എൻ ഉടൽ അണ്ണനുക്ക്. நான் காதலிக்க மாட்டேன். ഞാൻ കാതലിക്ക മാട്ടെ. கல்யாணம் பண்ண மாட்டேன். ഞാൻ കല്യാണം പണ്ണ മാട്ടെ. സത്യപ്രതിജ്ഞ. நான் தப்பு பண்ணினா என் சாவு அண்ணன் கையால ஏத்துக்கிறேன். ഞാൻ തപ്പോണ് എൻ സവണ്ണ കയ്യിലെത്തിക്കറേ. இது സത്യം. ഇത് സത്യം. സത്യം. സത്യോ. സത്യം. സത്യോ. എന്താ ഇത്? 500-ന്റെ ബൾബ് കത്തി നിക്കണ പോലെ. നീ ഈ പാണ്ടിപ്പടാന്ന് കേട്ടിട്ടുണ്ട? ഇല്ല. എന്നാ കേട്ടോ, ആ പാണ്ടിപ്പടയിലെ ഒരു അംഗമാണ് നീ ഇപ്പോ. ഞാനോ? പിന്നെ നീ എന്താ വിചാരിച്ചത്? സത്യപ്രതിജ്ഞ ചെയ്ത് നിന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കിയെന്ന? ഈ പാണ്ടിപ്പടാന്ന് പറഞ്ഞ പാണ്ഡിതൊരു അണ്ണന് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന ചാവേർപ്പട. ഇതേപോലെ തെണ്ടിത്തിരിഞ്ഞു വരുന്നവന്മാരെ അവിടെ നിർത്തി തീറ്റിപ്പോറ്റു. ഈ നേർച്ച മൃഗങ്ങളെ വളർത്തൂലേ, അതുപോലെ അവസാനം കൊലക്ക് കൊടുക്കും. അയ്യോ, ഇതൊന്നും കേട്ട് നീ പേടിക്കണ്ട. നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ എഴുന്നിട്ട് തല്ലുകൊള്ളാൻ പോകേണ്ടതാ. സത്യം. എന്താ ഒരു ശബ്ദം? ഞാൻ കോട്ടവായിട്ടതാ. എന്താ അത്? ഞാൻ തുമ്മിതാ. ഒന്നിട്ട് പോടാ. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കണത്? കണി വന്ന് കഥകി തട്ടി തുടങ്ങിയ കാര്യലാഭം, ധനയോഗം, ദാമ്പത്യ സുഖം എല്ലാമുള്ള നല്ല കണിയായിരിക്കണേ. ഹായ്, നല്ല ചിരിക്കണി. എന്താ പേര്? ഇയാള് പോയില്ലേ? ഇടി വരവ് വെച്ചു. വകുപ്പ് ഏതാണെന്ന് പറഞ്ഞില്ല. എവിടെയാവൻ? ഭുവനേന്ദ്രൻ. വകുപ്പ് മനസ്സിലായി. ഭുവനേന്ദ്ര, നാട്ടിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട്. നീ ഒപ്പിട്ട് കൈപ്പറ്റിക്കോ. ഞാൻ കൈപ്പറ്റി. നീ കൈപ്പറ്റ്. എന്ത് പാഴ്സലാടാ? ഇടിച്ചക്ക. ഇടിച്ചക്ക? അതേടാ, ഇടിച്ചക്ക. നിന്റെ കടച്ചക്കയും കൊണ്ടേ ഞാൻ പോവൂ. വാടാ. ഞാനെന്തിനു വന്ന? ഞാൻ കൈപ്പറ്റിയതല്ലേ. പിന്നെ എന്തിനാ വന്നത്? ഇതാരത്? ഇത്രയും പാർസൽ ഉണ്ടോ?
ആരെ പോവാന്ന് വിളിക്കണത്? ആ, ഉമാകാന്ത 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 എന്ത് പറ്റിയടാ നിനക്ക്? എടാ എന്നെ ആശുപത്രി കിടക്കാൻ സമ്മതിച്ചില്ലടാ. ഈ സ്ട്രെച്ചറും ഗ്ലൂക്കോസ് സൂപ്പിയും മരുന്നും ഒക്കെ ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്ന്. കയ്യിലെന്ത് പറ്റിയടാ? പഞ്ഞി? ഇത് വരുന്ന വഴിക്ക് ഡോക്ടർ തന്നതാ. പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ച ഇതിന്ന് അല്പം പഞ്ഞി എടുത്ത് മൂക്കിൽ വെച്ചോളാൻ പറഞ്ഞു. ഛോ, എന്നാലും എന്റെ കാൽപെരുമാറ്റം കേട്ടപ്പോ തന്നെ നിനക്കെന്നെ മനസ്സിലായല്ലോടാ. നീ എന്നെ ബുവാ ബുവാന്ന് വിളിച്ചല്ലോ. ഒന്ന് പോടാ തേണ്ടി. ഏ? നിന്നെ അവര് പെരുമാറുന്ന സമയത്ത് ഞാൻ ഡ്രൈവറോട് ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാ പോവാ പോവാന്ന് പറഞ്ഞതാ. വെറുതെ അല്ലടാ പട്ടി നിന്നെ ആൾക്കാർ തെരഞ്ഞു പിടിച്ച് വെട്ടണത്. ആഹാ ഉമ്മച്ചോ പൂവന വേണ്ടേ? വായോ ഇപ്പൊ പിടുത്തം ഇപ്പൊ കിട്ടും. ഇത് വായിലിരുന്നോട്ടെ, കുറച്ച് ഇപ്പൊ മൂക്കിലെടുത്ത് വെച്ചു. ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ട്. ഉമ്മച്ചാ, എന്റെ പുറകെ വരരുത്. ഇവിടെ ആകെ പ്രശ്ന. എന്റെ കയ്യിൽ കാശ് കിട്ടട്ടെ, ഞാൻ ഉടനെ വീട്ടിലെത്തിക്കാം. എടാ ആദ്യം നിന്നെ എന്റെ കയ്യിൽ കിട്ടട്ടെ, കാശ് വീട്ടിൽ കിട്ടും. ഉമ്മച്ചാ, ഈ നാടത്ര ശരിയല്ല. വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഇതിലും വലുതെന്റെ ചങ്കിന് നേരെ വന്നിട്ടുണ്ട്, ഞാൻ അനങ്ങിയിട്ടില്ല. ഓടിക്കളയും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഉമ്മച്ചാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓ, ആദ്യം അടി പിന്നെ ഡയലോഗ്, അതല്ലാണ് നമ്മുടെ സിസ്റ്റം. അതെ അതെ. ഉമ്മച്ച കേക്ക്. കേക്കാ? ഓ, തല്ലാൻ വരുന്നവന് ഇനി കേക്കും കൊണ്ടുവരാ. എടാ മുട്ടനാടിന് അറക്കാൻ കൊണ്ടുപോകുമ്പോ ഞങ്ങള് പച്ചവെള്ളം കൊടുക്കുക. ഈ കിടക്കിന് നിന്നെ അറക്കാൻ കൊണ്ടുപോകുമ്പോ നീ കൊക്കോളോ ആയിരിക്കുമല്ലടാ. അതല്ല, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്നോട് അനുവാദം ചോദിക്കുന്നു. രക്ഷപ്പെടടാ, പടടാ, തടാ. ഡേയ്, വണ്ടി എടുത്തടാ. ഏയ്, അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനാ? ആരുടെ അണ്ണൻ? അണ്ണാ കിട്ടിയാൻ കുത്തും. എന്നാ ഇവരാരടാ? കൊയ്ത്തുകാരാ? അരിവാളൊക്കെ ഉണ്ട്. കൊയ്ത്ത് മാത്രമല്ല, മെതിയുണ്ട്. ആദ്യം മെതിക്കും, പിന്നെ കൊയ്യും. തലയാ. നമ്മൾ വല്ല പരിചയമൊന്നും കാണിക്കണ്ടേ? ഞാൻ കാണിക്കും. സൈഡ് പ്ലീസ്. വാള് കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട, നമ്മുടെ വാളില്ലടാ. ഒരു പൈന്റ് വാങ്ങിച്ചു കൊടുത്ത് ഇവര് വെക്കും വാള്. എന്നടാ വിഷയം? നിലത്തിരുത്തണ അണ്ണാ. നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റി ആള് തെറി പറഞ്ഞു. എന്നടാ? എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? എന്നടാ? അയ്യോ, കത്തി മുറി. എണ്ണ എണ്ണ എണ്ണ. 1 2 3 4 5. തമിഴിൽ ഞാൻ പറയാം. 1 2 3 4. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ. ഞങ്ങളെല്ലാം ഒതേനന്റെ നാട്ടുകാരാ. ഒതേനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം, അത് പടയോട്ടം. നിന്റെയൊക്കെ അഭ്യാസം ഈ തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. അപ്പ കാണിച്ച ഉമ്മച്ചൻ ആരാണെന്ന് അടിയടാ. ആശാനെ ആശാനെന്താ ഇടിക്കാഞ്ഞേ? അവർ തമിഴന്മാരല്ലടാ. ഇനി മലയാളത്തിൽ ഇടിക്കാന്ന് വെച്ചാൽ അവർക്ക് മലയാളം അറിയാനും പാടില്ല. അവന്മാർ ഇടിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് തമിഴ് അറിയാല്ല. വണ്ടിക്കറി വണ്ടിക്കറി. അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തുപോയി. വണ്ടി എങ്ങോ പോയി ഇടിച്ചു. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ദൈവമേ, ഈ വണ്ടിക്ക് ഡ്രൈവർ ഇല്ലേ? അയ്യോ, ഇതിന് എഞ്ചിനും ഇല്ലേ? ഇല്ല, ബോഡി മാത്രമേ ഉള്ളൂ. ദേവിയെ, ഡെഡ് ബോഡി വരെ ഓടിച്ചിട്ട് ഇടിക്കാൻ തുടങ്ങി. ഡെഡ് ബോഡി നിന്റെ അച്ഛൻ. ദേ, എന്തെങ്കിലും പറയാണ്ട് മുഖത്തോക്കി പറയണം. തല തിരിക്കാൻ പറ്റൂല, ഒരു വശത്തേക്ക് തല ചരിച്ചു വെച്ച് കെട്ടിരിക്കുക. ആ, കണ്ടപ്പോഴേ തോന്നി വശപ്പശ കാണുന്നു. തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ തന്നെ? ആ, ഭുവനചന്ദ്രന്റെ വീട്ടിലെ ഫോട്ടോ. താൻ ഭുവനചന്ദ്രന്റെ പഴയ പാർട്ട്ണറാണല്ലേ? അതെ. ഞാൻ പുതിയ പാർട്ട്ണർ. ഓ, വെട്ടുകൊണ്ട പാർട്ട്ണർ. അതെ. താൻ ചത്തില്ലല്ലേ? ഇല്ല. ചാവൂല. അവന്റെ പാർട്ട്ണർമാർ ആരും ഒറ്റ വെട്ടിന് ചാവൂല. ഇഞ്ചിഞ്ചായ ചാവൂ. താനിപ്പോ എത്ര ഇഞ്ച് ചത്തു? എനിക്ക് ഇഞ്ചല്ല, അടിക്കണക്കാ. ഓഹോ. ആ, വണക്കണ്ണ. അല്ല, വണക്കം അണ്ണ. എന്താ പൊടി? എനിക്ക് വേണ്ട. പൊടിടാ. എന്നെക്കാളും പൊക്കോട്ട്. ഓ, നടാ നടാന്നും പറഞ്ഞ് നടുവിനാണ് ഇടിച്ചത്. വേണ്ട, ഞാൻ അപ്പുറത്തേത്തോളാം. താങ്ക്സ്. എന്തൊരു സ്പീഡല്ലേ. എന്നടാ, ഒരു അരുവ പൊടിക്ക കൂടെ தெரியாதா? അല്ലണ, ബാലൻസ് കിട്ടണ്ട. സ്പീഡല്ലേ.
ചോര. ബാലൻസ് പോണതുകൊണ്ട് ആരുടെ റോട്ടിൽ ഓടിക്കാൻ പറഞ്ഞു. എന്നടാ ഇതല്ല പറയല്ലേ അണ്ണ. വരവഴിയിലെ ചിന്ന ഗലാട്ട നടന്നത് അതുക്കന്നെ இப்படி அடி வாங்கிட்டு வந்து நிப்பீங்களா? அறிவு கட்ட முண்டங்களா? டேய் விட வரும் வாடா വാ. നീ ഉണ്ടായിരുന്നു ഇതില്? ഞാനാ അടി തുടങ്ങി വെച്ചത്. പാരുകടാ പുതു ആള് എവിടെ നിൽക്കാൻ പാரு. അങ്ങനെ വേണോ? വേണ്ടണ്ണ. സോറി. പോടാ നായേ. നിങ്ങളല്ലേ സൂക്ഷിക്കേണ്ടത്. പോകാം. വീട്ടിലൊരു പ്രോപ്പർട്ടി വന്നിരിപ്പണ്ടേ. ഉമാകാന്ത, നിനക്ക് ഒട്ടും തലതിരിക്കാൻ പറ്റണല്ലേടാ. തല തിരിഞ്ഞവന്മാരുടെ കൂടെ പാർട്ണർഷിപ്പ് ചേർന്ന ഏത് തിരിയുന്ന വലയും തിരിയാതാവും. തെരിയുമാ? என்னடா எப்ப பார்த்தாலும் என்ன பாக்குற? அந்த பக்கம் திரும்படா திருட்ட முண்டா. അയ്യോ മല്ലിക്കണം അമ്മ മല്ലിക്കണം. ഇന്റെ തല തിരിയാതെ. എടാ പൂവാ ഒന്ന് പിടിച്ചേ. ഈ വടക്കുമൊക്കെ എന്തത്തെ ഒന്ന് തെക്കോട്ട് തിരിച്ചിരുത്ത്. ശ്രദ്ധിച്ച്. പണിയെടുത്ത് ശീലമില്ലാത്ത ശരീരം. ഓക്കെ ഓക്കെ. തൊട്ടതല്ലേ കൈ എഴിയേക്കാം. ஏன்டா இப்படி பாக்குறது? பொம்பளை குளிக்க தெரியல. അയ്യോ മല്ലിക്കണം അമ്മ. ഈ പണ്ടാറ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ? ഇത് വടക്ക് നോക്കിയല്ല വിടക്ക് നോക്കിയന്ത്രം. ഇനി ഇവിടുന്ന് പോകുന്നത് വരെ എന്റെ മുഖത്തല്ലാതെ വേറെ എങ്ങും നോക്കരുത്. ഇതിലും വേറെ ശവത്തിന് കാവലിരിക്കണേണ്. സാരമില്ല, 2 മണിക്കുള്ള ബസ് വരെ സഹിച്ചാ മതിയല്ല. 2 മണിക്കുള്ള ബസ്സിന് താൻ എങ്ങാട് പോണു? ഞാനല്ല നീയാണ് പോണത്. ഞാനവിടെ പോണു. ഞാനെങ്ങും പോണില്ല. നീ പോണില്ലേ? എടാ നിന്നെ വെട്ടിയ ഗുണ്ടകൾ നിന്നെ തിരിച്ചറിഞ്ഞ പിന്നെ ഞങ്ങളുടെ ജീവനോട് അപകടത്തിലാവും. ഞാൻ ഇവിടെ വല്ല മുറിയിൽ ഇരുട്ടത്തിരുന്നോളാം. ഇരുട്ടത്തന്നെ ആരും കാണില്ലല്ല. ഇനി അഥവാ കണ്ടാ തന്നെ ബ്രേസീർ ഉണങ്ങാനിട്ടേക്കെന്ന് വിചാരിച്ചോളും. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. ഞാനാ? നീ ഉമ്മച്ചനെ തല്ലി നോവിച്ചു വിട്ടേക്കണത്. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ആകെ കുഴപ്പാവും. ഇനിയിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. ആ കറുപ്പയസ്വാമിയുടെ കാക്കല് വീണ് നോക്കാം. എന്തെങ്കിലും കച്ചിത്തുരുമ്പിട്ടാതിരിക്കില്ല. പിന്നെ അയാൾക്ക് കറ്റമെതിക്കലല്ലേ പണി. കാലേന്ന് കച്ചിത്തുരുമ്പ് കിട്ടാൻ. നീ ആളുടെ വീടൊന്ന് കാണിച്ചതാ മതി. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. കേട്ടോടാ ബാസി. കിടന്ന് തൊള്ളോർക്കാളാ. ഞാനാ? നീ മെത്തി മെത്തി സ്ഥലമെത്തി. എന്താ നിർത്തിയത്? ഇതാണ് കറുപ്പയ്യസ്വാമിയുടെ വീട്. ശാപ്പതാളം വാസിക്കടാ. കുറുപ്പെന്ന അയാളുടെ ശരിക്കുള്ള പേര്. മലയാളിയാ. കുറുപ്പയ്യാന്ന് വിളിച്ച് വിളിച്ച് അത് കറുപ്പയ്യായി. പിന്നെ കറുപ്പയ്യ സ്വാമിയായി. ഭയങ്കരനാ. ഇയാള് സംഗീതവും നൃത്തമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു സാധുവായിട്ട് എനിക്ക് തോന്നണത്. സാധു? നീ ആ നൃത്തം ചെയ്യുന്നവന്റെ ചൂടുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. அப்படி போடு. போதுங்க, அந்த விட்டுடுங்க. ஏய் ஓடி உள்ள உன் வேலை பாரடி. ഇപ്പൊ പാരടി പാടാൻ പറഞ്ഞില്ലേ? അതാണ് കറുപ്പയ്യയുടെ ഭാര്യ. അതായത് പാണ്ഡിതുരയുടെ ചേച്ചി. ഈ കറുപ്പ് എങ്ങനെ പാണ്ഡിതുരയുടെ ചേച്ചിയെ കല്യാണം കഴിച്ചത്? അതായത് നിനക്കറിയാൻ പാടില്ലാത്ത വലിയൊരു സത്യമുണ്ട്. പാണ്ഡിതുരയുടെ അച്ഛൻ വലിയ പാണ്ഡി പാണ്ഡിതുരയേക്കാൾ വലിയ മണ്ടനായിരുന്നു. അയാളുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന കറുപ്പയ്യക്ക് അയാളുടെ മകളെ കെട്ടിച്ചു കൊടുത്തു. ഈ കല്യാണം പക്ഷെ പാണ്ഡിതുരക്ക് ഇഷ്ടപ്പെട്ടില്ല. അതോടെ ഏറ്റവും വലിയ വഴക്കായി. സാധാരണ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഹണിമൂൺ പോകുന്നത് കൊടൈക്കനാലിലേക്കല്ലേ. പക്ഷെ കറുപ്പയ്യ പോയത് കോടതിയിലേക്കാ, സ്വത്തിന് വേണ്ടി. നിർത്തുകടാ മുരുകാ. രാഘവ ഇനി സത്യം പറ. ആ 30 ഏക്കർ ഭൂമി ആരാ വാങ്ങിയേ? അയ്യോ എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? നിന്റെ വീടിന്റെ മുന്നിൽ ഒരു കേരള കാർ വന്നു നിന്നു. അതാ സ്ഥലം വാങ്ങാൻ വന്നവരല്ലേ? സത്യം പറ, ആരാ സ്ഥലം വാങ്ങിച്ചേ? സ്വാമി ഞാൻ സത്യമാ പറഞ്ഞത്, എനിക്കറിയില്ല. എന്റെ അയ്യോ ആ സ്ഥലം വാങ്ങിയത് ഏത് തെണ്ടിയായാലും അവന്റെ തലയിൽ ഇടുത്തി വീഴണേ. അപ്പൊ നീ സത്യം പറയില്ലല്ലേ വീരമണി? മുത്തായ്പ വേണോ സമം വേണോ? മുത്തായ്പ പോടാ മുരുക. സ്ഥലം മേടിക്കാൻ വല്ലവനും കാല് കൊള്ളാൻ ഞാനും. നീ കാറിലാണോ സ്ഥലം കാണാൻ വന്നത്? ആ പാവത്തിന്റെ വീടിന് മുന്നിലായിരിക്കും നീ കാറ് നിർത്തിയത്. അതിനാണ് ആ പാവത്തിനെ തീയിലിട്ട് നൃത്തം ചെയ്യിക്കുന്നത്. ഇനി പറ, നീയാണ് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തണം. നിനക്ക് നൃത്തം ചെയ്യണോ? മുങ്ങിയ
ഇനി എന്താ ചെയ്യാന്നൊരു പിടിയും കിട്ടണല്ലടാ. ആരുടെ കാലിലാ വീഴേണ്ടത്, ഏത് ദൈവത്തെ വിളിക്കേണ്ടത്, ഒരു രൂപമില്ല. നിന്നെ സഹായിക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. കോളേജിൽ കടിക്കണ പട്ടിയാ, അല്ല കോളേജിൽ പഠിക്കണ കുട്ടിയാ. ഈ നാട്ടിൽ അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉള്ളത് അവൾക്കാ. അവള് വിചാരിച്ച നിന്നെ സഹായിക്കാൻ പറ്റും. ആരത്? കറുപ്പയ്യസ്വാമിയുടെ മകളാ. ഓ, എന്താ പേര്? പേര് മീല തുടങ്ങണത്, നായില അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. മീന. ആ മീന, അത് തന്നെ അത് തന്നെ മീന. അവസാനത്തെ കച്ചിത്തുരുമ്പാ. നീ പുറത്ത് വെയിറ്റ് ചെയ്യേ. എന്റെ പുറത്തല്ല, അമ്പലത്തിന് പുറത്ത് കൊല്ലി വിളിക്കിരിക്കുന്നു പറഞ്ഞാ പോരെ. അമ്മേ മഹാമായേ ദുർഗാ ഭഗവതി ദുഃഖവിനാശിനി ശരണം മേ തവ ചണ്ഡ അമ്മേ മഹാമായേ രക്ഷിക്കണ. കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തരണേ അമ്മേ. അമ്മേ അമ്മേ, ഒരുമാതിരി പരിപാടി കാണിക്കില്ലട്ടാ. മറ്റടുത്ത് വീഴ്ചയായി പോയി. മുത്തശ്ശി, ഇതാ ഞാൻ പറഞ്ഞ ആള്. ഏൽക്കുന്നുണ്ട്. അതെ, എന്റെ വിവരമില്ലായ്മ കൊണ്ടാണോ നിന്റെ വിവരക്കേട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നീ എന്താ ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഹെൽപ്പ് ചോദിക്കാൻ പോയവൻ ആടുന്നു, പാടുന്നു, കരയുന്നു. ഇപ്പതേ മിണ്ടാതെ പോന്നേക്കണം. അതൊക്കെയാടാ ഇതിന്റെ ഒരു നമ്പർ. വെറുതെ ഒരു ഹെൽപ്പ് ചോദിച്ചാൽ ആരെങ്കിലും ചെയ്യൂ? മനസ്സിലൊരു ഇഷ്ടം വന്ന് നോക്കട്ടെ, പിന്നെ എന്ത് ഹെൽപ്പും വാരിക്കോരി ചെയ്യും. പക്ഷെ ആ പറഞ്ഞ ഇഷ്ടം അവൾക്കും തോന്നണ്ടേ, അതും നിന്നോട്. എടാ, അവളൊരു നാട്ടുമ്പുറത്തുകാരി പെണ്ണ്, ഞാനാണെങ്കിലോ പട്ടണത്തിൽ നിന്ന് വന്നൊരു സുന്ദരൻ. പട്ടണത്തിൽ നിന്ന് വന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുന്ദരൻ. എന്റെ ഈശ്വര, അപ്പൊ എന്നെ കണ്ട ജനം എന്തെന്ന് പറയും? പിച്ചക്കാരെന്ന്. ഒച്ച വെക്കല്ലേ, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ പൊളിയും പോത്തെ. എടാ, എന്റെ കയ്യിലുള്ള സൗന്ദര്യവും കഴിവും വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും അവളെ വീഴ്ത്തും. അത് പിന്നെ പതുക്കെ പറയണോ? പിന്നെ നീ നോക്കിക്കോ, നാണത്താൽ കാൽവിരൽ കൊണ്ട് അവൾ കളം വരച്ചുകൊണ്ട് ചോദിക്കും, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? അപ്പൊ ഞാൻ എന്റെ ആവശ്യം പറയും, കാര്യം സാധിക്കാൻ ചെയ്യും. അപ്പൊ ഞാൻ പോട്ടെ. ഞങ്ങളുടെ അടുത്ത മീറ്റിംഗ് ഈ മലയുടെ താഴ്ത്തു വെച്ചാണ്, അതും തികച്ചും യാദർച്ഛികമായി. നീ എങ്ങോട്ട് വരുന്നത്? അവളെ വീഴ്ത്താൻ. ഒരു ഭീകര ജന്തുവിനെ കാണിച്ചു പേടിപ്പിച്ചു വീഴ്ത്താനല്ല ഞാൻ പോകുന്നത്. പോടാ പട്ടി. വേണ്ടായിരുന്നു. അവൻ പിന്നെയും വന്നിട്ടുണ്ട് നിന്നെ വീഴ്ത്ത. മുത്തശ്ശി, ഹനുമാന്റെ പുതിയ പ്രതിഷ്ഠയാ. പാല് വീട്ടിൽ വെച്ച് മറന്നു തോന്നുന്നു. ഹനുമാൻ എന്റെ മുഖാണോ? എക്സ്ക്യൂസ് മീ, ഞാനൊരു സോറി പറയാൻ വേണ്ടി വന്നതാ. എന്നോടോ? അതെ. എങ്കി പറഞ്ഞോളൂ. സോറി. ശരി. അല്ല, എന്തിനാ സോറി പറഞ്ഞെന്ന് ചോദിച്ചില്ല. അയ്യോ സോറി. എന്തിനാ സോറി പറഞ്ഞത്? അന്ന് കുട്ടിയുടെ കൂടെ ആടിയതിനും പാടിയതിനും ഒക്കെ. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എന്തിനാ മീരയെല്ലാം നിറഞ്ഞിട്ടും കുട്ടിയുടെ കൂടെ ആടുകയും പാടുകയൊക്കെ ചെയ്തത് എനിക്ക് മനസ്സിലാവണില്ല. സോറി. ഓ, അത് സാരമില്ല. അല്ല, ആരാ മീരാന്ന് ചോദിച്ചില്ല. ആരാ മീര? അതൊരു വലിയ കഥയാ. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി അല്ല, ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറയാം. എന്റെ മീര മരിച്ചു. പക്ഷേ അതേ രൂപത്തിലുള്ള കുട്ടിയെ കണ്ടപ്പോ എന്റെ മീര തിരിച്ചു വന്നു ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. പാടിപ്പോയി, ആടിപ്പോയി. സോറി മുത്തശ്ശി, സോറി. ഞാൻ എന്തിനങ്ങനെ ചിന്തിച്ചത്? അയ്യോ, ഒന്ന് പ്രേമിച്ചതല്ലേ? കണ്ടപ്പോ ഞാൻ കരുതി ഫ്രഷ് ആയിരിക്കുമെന്ന്. ഞാൻ ഓവറാക്കിയോ? ആക്ച്വലി ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. ആ കുട്ടിയാണ് എന്നെ പ്രേമിച്ചത്. ഐ മീൻ, ഒരു വൺ വേ ലവ് ആയിരുന്നു. ആണോ? ആ, ഞാൻ ഫ്രഷ് ആണ്. കുട്ടിക്കറിയോ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യം എന്റെ കണക്ക് ടീച്ചർ എന്നെ പ്രേമിച്ചു. പക്ഷേ എന്താന്നറിയില്ല, ഞാനത് കണക്കിലെടുത്തില്ല. പിന്നെ കോളേജ് പഠിക്കുമ്പോ മീര എന്നെ പ്രേമിച്ചു. ഞാനത് തട്ടിക്കളഞ്ഞു. എന്റെ ആളെ കാണുന്നവരെ ഞാൻ കാത്തിരുന്നല്ലേ പറ്റൂ. ഇപ്പോ ഇവിടെ വെച്ച് കുട്ടിയെ കണ്ടപ്പോഴാണ് എന്ത് പറ്റി? ദിസ് ഇസ് എ ബിഗ് റോക്ക്. തട്ടിട്ട് നീങ്ങില്ല. ഐ തോട്ട് ദിസ് ഇസ് എലിഫന്റ് പിണ്ടം, യു നോ. ഓ, ഹോഴ്സ് ബൈക്കിളാ. അതെ, ഞാൻ വണ്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. വേണമെങ്കിൽ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തോളൂ കേട്ടോ. എവിടെയാ ഡ്രോപ്പ് ചെയ്യേണ്ടത്? എവിടെയായാലും മതി. ഒന്ന് ഇറങ്ങാമോ? എന്തേ? ഇറങ്ങോ.
ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു. വീരമണി വണ്ടിയുടെ അല്ല ഞാനും കൂടി കയറിയിരുന്നെങ്കിൽ കൂടുതൽ പരിചയപ്പെടാമായിരുന്നു. കൂടെ നടന്ന് പരിചയപ്പെട്ടാ മതി. വണ്ടി പതുക്കെയല്ലേ പോകുന്നത്. ആയിക്കോട്ടെ. ഇവൻ ഇത്തിരി ദഹനക്കേടിന്റെ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ. ഇന്നിനി വ്യായാമം കൊടുക്കല്ലേ? പിന്നെന്താ? അയ്യോ എന്തു പറ്റി? സൈഡിൽ കൂടി നടന്നപ്പോ കാലില് വീലേറിയതാ. അയ്യോ. ഏയ് കൊഴപ്പില്ല. അല്ല വീട്ടിലെന്തെങ്കിലും പറ്റിയാവോ? എന്താ പേര്? മീന. എന്താ കഴിച്ചെന്നല്ല ചോദിച്ചത്. എന്റെ പേരാ പറഞ്ഞത്, മീന. നമ്മുടെ പേരെന്താണാവോ? ഭുവൻ. പൂവനോ? രണ്ട് പെടയുടെ കുറവുണ്ട്. പൂവനല്ല ഭുവൻ. ഭുവൻ ചന്ദ്രൻ. വീരമണി ഗിയർ ചേഞ്ച് ചെയ്തോളൂ. സ്പീഡ് കൂടുന്നുണ്ടോ? കുതിരക്കാരാ, ഞാൻ കുതിരയൊന്നും അല്ല. എനിക്ക് ആകെ 2 കാലേ ഉള്ളൂ. സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്ക് പുതുതായിട്ട് വന്നുകൊണ്ട് ചോദിക്കുക, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? വിചാരിച്ച പോലെ വീണു. വേണോ? അയ്യോ പോലെ. ഹെൽപ്പ് വേണം. ആള് പുറകിലുണ്ട്. കുതിരക്കാരാ ഒന്നും നിർത്തൂ. അയ്യേ അയ്യേ. കുതിരയുടെ ബാക്കിൽ എന്താ പോയിക്കൊണ്ടിരിക്കുന്നു? അയ്യേ ചാണകമല്ലേ ഇത്? കുതിരക്കാരാ, കുതിരയുടെ ഡിക്കി ഒന്ന് അടയ്ക്കൂ. ലഗേജ് പോയിക്കൊണ്ടിരിക്കുന്നു. ചെവി കേട്ടൂടാ പോസ്റ്റേ. അല്ല ഇയാളെങ്ങനെ വിടത്തി? ഇവിടത്തെ കുതിരക്ക് ലൂസ് മോഷൻ ആയതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല. എന്തത്? അച്ചാറ് കമ്പനിയാ. 5-6 കമ്പനിയാ? എന്നിട്ട് ഒരെണ്ണല്ലുള്ളൂ? 5-6 അച്ചാറ് കമ്പനി. അച്ചാറ് കമ്പനിയാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിക്ക് ഷൂ അഴിച്ചിട്ടിട്ട് കേറിയാ മതി. ഓ ദാ ഷൂ. അപ്പൊ ഈ ഷൂ? ഇത് ഷൂ അല്ല, പിന്നെ വരുന്ന വഴി ചാണം ചവിട്ടിയതാ. അയ്യേ പോയി കഴുട്ടുവാടോ. ചാണകം എന്റേതല്ല, ഇവിടുത്തെ കുതിരയുടേതാണ്. ആരുടെ ആണെങ്കിലും കഴുകണം. വെള്ളം എവിടെ കിട്ടും? പൈപ്പ് കിട്ടും. പൈപ്പ് അവിടെ കിട്ടും. അവിടെ പോയി ആരോടെങ്കിലും ചോദിക്കണോ? മൂക്കത്തുള്ള ശുണ്ടി. എന്താ? വാചകത്തിന് ഒരു കുറവുമില്ല. കുറപ്പിക്കണം. സിഗരറ്റ് വലിക്കോ? ഇല്ല. മദ്യപാനം? അയ്യോ അതിന്റെ രുചി എന്തെന്ന് അറിയുപോലും ഇല്ല. അപ്പോ നാവിനൊക്കെ നല്ല രുചി കാണും അല്ലേ? പിന്നെ ഇതിന്റെയൊക്കെ കളറ് കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. പിന്നെ കയ്യല്ല നാവ്. അയ്യോ എന്തു പറ്റി? മലയാള അക്ഷരം പഠിക്കുന്നതാ. എരിവുണ്ടോ? ഇനിയാതാ. അപ്പൊ ദേ ഈ മുളകച്ചാർ കൊറേ കൊടുത്തേ, തിന്നു നോക്കട്ടെ. നല്ല മധുരമുള്ള മുളകാ, കഴിച്ചോ. അയ്യോ കൊതിയൻ ആർത്തിയുണ്ട്. പഴയ മിമിക്രിക്കാരനാ, പേപ്പട്ടി അനുകരിക്കുക. എരിയുന്നുണ്ടാവും പാവം. എരിയനില്ല എന്നാ ഞാൻ പോയി എരിവുള്ള കാന്താരി മുളകച്ചാർ എടുത്തോണ്ട് വരാമേ. ഒരു മിനിറ്റ്, കുറച്ച് വെള്ളം തരുമോ? പിന്നെന്താ, ചാറ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അല്ല നാവിൽ അച്ചാറ് വെച്ചതിന് താനെന്തിനാ മൂട്ടി തടവുന്നത്? ഉള്ളിക്കുടി കലശം പോടാ പട്ടി. നാരങ്ങ അച്ചാർ എടുക്കട്ടെ? നാരങ്ങ അച്ചാറ് വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് ബാഗ് അച്ചാറുണ്ടാക്കിയേ. ഓൾഡ് ബാഗ് ഓഫ് പിക്കിൾസ്. കാന്താരി ഊറുകായ റെഡി. കൊഞ്ചം സാപ്പിട്ട് പാരുങ്ങളെ. ഇത് ഒരുമിച്ച് തന്നെ ഞാൻ വായില് ടേസ്റ്റ് അറിയൂല. ഞാൻ കുറച്ചേരം ദാവുണ്ട് വെള്ളത്തിലിട്ടിട്ട് വരാം കേട്ടോ. ഇവളുടെ അപ്പൻ എലിവേഷൻ ഫാക്ടറി തുടങ്ങാതിരി നന്നായി. കുതിരയ്ക്ക് കൊടുക്കാനുള്ള വെള്ളം ഇത്. ഇതിലാണോ അച്ചാർ കലക്കുന്നേ? സോറി, കുതിരോട് പറയല്ലേ, ഞാൻ അതിന്റെ തൊഴിൽ കൂടി കൊള്ളാൻ എനിക്ക് വയ്യ.
വെരി നൈസ് ഹോഴ്സ്. കണ്ടിട്ട് കേറിയത് ഓടിക്കാൻ തോന്നുക. ആഹാ, ഹോഴ്സ് റൈഡിംഗ് അറിയോ? ആ പിന്നെ അങ്ങനെയൊക്കെ. എന്നാ ഞങ്ങളുടെ മുത്തുവിനെ ഒന്ന് ഓടിച്ചു നോക്ക്. മുത്തു അതാരി? ഇവന്റെ പേരാണ് മുത്തു. ഹായ് മുത്തുടാ. കേറിക്കോളൂ. അയ്യോ അത് വേണ്ട. ആഹാ, ഓടിച്ചോളൂന്നേ. വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് ഓടിച്ചോളാം. വീട്ടില് 3 ഹോഴ്സ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അത് ഞങ്ങളുടെ മുത്തുവിനെ അപമാനിക്കുന്നതിന് തുല്യ. വീരമണി, ஓ ஓ ஓ டேய் இங்க வாங்கடா. இந்த ஆளை இதுக்கு மேலே ஏத்தி விடு. അത് വേണ്ട, ഞാൻ കുതിര ഓടിക്കാൻ ലൈസൻസ് എടുത്തിട്ടില്ല. ലൈസൻസ് കുതിരയ്ക്കും ഇല്ല. ധൈര്യമായിട്ട് കേറി. തലകുത്തിയാണോ കുതിരപ്പുറത്ത് വെച്ചത്? ഹോയ് ഹോയ് ഹോയ്. ഈ 30 ഏക്കർ ഭൂമി ഒരു മലയാളിയെ കൊണ്ട് വാങ്ങിപ്പിച്ചത് നീയല്ലടാ. എന്തോ നിന്റെ ആളല്ലടാ ആരും അറിയാതെ ഈ സ്ഥലം വാങ്ങിയത്. നീ എന്താ വിചാരിച്ചേ? ആരും അറിയില്ല എന്ന് വിചാരിച്ചേ? എറിഞ്ഞിട കേട്ടോ. നിനക്ക് കറുപ്പയെ അറിയാം. പിന്നിന്ന് കുത്തി കൊല്ലാൻ നോക്കിയതാ. ചെറ്റത്തരം പറയുന്നോടാ. നീ ഒരുപാട് പേരെ കയ്യും കഴുത്തും ഒക്കെ എടുത്തിട്ടില്ലേ? അതിൽ ഏതോ ഒന്നിന് ആരെങ്കിലും പകരം വീട്ടാൻ വന്നതായിരിക്കും. അടിയാണല്ലോ. ഈ അടി കൂടി കൊള്ളാൻ എനിക്ക് വയ്യ. എന്താടാ അവള് വീണോ? വീണു. ഞാനാ വീണത് കുതിരപ്പുറത്തുനിന്ന്. നീ വേഗം അകത്തേക്കല്ലേ, അണ്ണൻ നിന്നെ നോക്കിയിരിക്കേണ്. ദൈവമേ, തല്ലി കൊല്ലാനായിരിക്കും. അണ്ണനോട് സംസാരിച്ചോണ്ടിരുന്ന ഏതോ VIP ഞാൻ കുതിരപ്പുറത്ത് നിന്ന് തട്ടിമറിച്ചിട്ടു. പോടാ മണ്ട. നീ ആ മറിച്ചിട്ടത് ആരാണെന്ന് അറിയാമോ? അണ്ണനെ കൊല്ലാൻ വന്ന കാതകനാണ്. നീയാണ് അണ്ണന്റെ ജീവൻ രക്ഷിച്ചത്. ഞാനോ? അതേടാ, വേഗം ചെല്ല്. എന്തെങ്കിലും സമ്മാനം കിട്ടാതിരിക്കില്ല. നീ നോക്കിക്കോ, ഞാൻ അതി പിടിച്ച് കേറും. സമ്മാനത്തിലാ? അണ്ണാ അണ്ണാ. വാപ്പാ ബാപ്പേ. വാടാ. ഇരിക്ക് ഇരിക്ക്. നമസ്തേ. ഷർട്ട് അടിക്ക്. ഇതെല്ലാം കളഞ്ഞിട്ട് അകത്ത് വന്ന് അമ്മയെ കാണണം. അമ്മ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോട്. നമസ്കാരം. സമ്മാനം തരാൻ വേണ്ടി ഇത് കഴിഞ്ഞ അത്തക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ കിട്ടുന്നു. എന്താണ് പെർഫ്യൂം അടിക്കാനാ? കയ്യൊക്കെ പോയി, കയ്യിലിരിപ്പോണ്ടാ. അയ്യേ, പച്ചകുത്തനാണ് മോനെ. നീ അണ്ണന്റെ സ്ഥിരം ആളായതിന്റെ ശീലാണ്. എവിടെയെങ്കിലും വെട്ടേറ്റ് കണ്ടന്തുണ്ടമായി കിടന്നാലേ നിന്റെ ബോഡി തിരിച്ചറിയണ്ടേ? അതിനാണ് ഈ പച്ചകുത്തല്. അയ്യേ, കുഞ്ഞു കുട്ടികളെ പോലെ കരയല്ലേ. ഉറുമ്പരിക്കുന്ന വേദനയല്ലേ ഉള്ളൂ. സൂചി പോന്നില്ലേ? പോന്നല്ല, ശരിക്കും ഒരു കാര്യം കാണിച്ചു തരട്ടാ. ഉറുമ്പ് അടിക്കുന്ന വേനയല്ലേ ഉള്ളൂ. ഇപ്പൊ തീർക്കട്ടാ. പട്ടീന്നാ നായാന്ന് എഴുതിയിരുന്നെങ്കിൽ ഒരു ഇറും കൂടി ഇട്ട് നായർന്ന് വായിക്കാറുന്നല്ല. ഇപ്പുറത്ത് പേനെഴുതിയ പേപ്പട്ടീന്ന് കൂടി വായിക്കാം കേട്ടാ. ഇക്കിളിയാണ്. ഇതൊരുമാതിരി മറ്റേടത്തെ സമ്മാനായി പോയി. അമ്മാ, ഇനി തീ വെച്ചെന്താണാവോ? ഇനിയും പരീക്ഷിക്കില്ല ഈശ്വര. நல்லா இருக்கணும். சாப்பிடுறா? തീയോ? ഇനി തീയും കൂടി കഴിക്കാൻ എനിക്ക് വയ്യമ്മ. ஸ்வீட் சாப்பிடுறா? ഓ, இந்தா. കൊണ്ടുപോയി മതി. இந்த பையன் மட்டும் இல்லைன்னா என்ன ஆயிருக்கும்? 30 ஏக்கர். அதுக்காக தானே என்ன சண்டை போட்டுக்கிறீங்க? அந்த கருப்பையா கிட்ட பேசி ஏதாவது ஒரு நல்ல முடிவுக்கு வரக்கூடாதா? பேசலாம், பேசி முடிக்கலாம். ஆனா அவன் இங்க வரணும். இங்க வந்து நாய் மாதிரி நம்மளே வாழாட்டி நிக்கணும். அப்ப பேசலாம். நீ போய் அவனை கூட்டிட்டு வா. என்ன, நீ போவியா?
അണ്ണാ എന്താ നീ പോകുമോ? ഞാൻ പോവാം. എന്താ? അണ്ണൻ പറഞ്ഞാ ഞാൻ പോവാം. ഞാൻ പോയി സംസാരിക്കാം. ശരി പോയി അവനോട് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ. ഞാൻ ആ ബാസിനെയും കൂട്ടിട്ട് പോവാം. ഏയ് ഞാൻ വരില്ല. അല്ല ഇവനെ കൊണ്ട് വീട് കാണിച്ചു കൊടുക്കാതെ ഞാൻ വരില്ല എന്ന് പറയായിരുന്നു. ദൈവമായിട്ട് കാണിച്ചെന്ന വഴിയാ. അത് ദൈവത്തിലേക്കുള്ള വഴിയാവാതിരുന്നാ മതിയായിരുന്നു. നീ കുതിര പുറത്ത് പോയാ മതി. കുതിര ഓടിക്കാൻ നിനക്ക് നല്ല തെരിയല്ലേ? ചിന്ന രാജ മാതിരി. ഇതിന് എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടല്ലോ. ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു? കുതിരക്ക് സവാരി അറിയാലോ, നമുക്കറിയില്ലെങ്കിലും. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരോട് പോവാൻ പറഞ്ഞതാ. നിന്റെ തലയിൽ എന്താ കറച്ചിട്ടിയ? ആയിരുന്നു. ഇപ്പൊ ഇത് ഹെൽമെറ്റാ. വീണ തലക്കൊന്നും പറ്റില്ലല്ലോ. രണ്ടും കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ. ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത്? പുല്ലിന്റെ പുറകെയല്ല, പെണ്ണിന്റെ പുറകെയാണ്. വളക്ക് വളക്ക്. ഇനി ആ പെണ്ണിനെ വളച്ചിട്ടാണ് അടിയിട്ടാൻ. പെണ്ണിനെ വളക്കാനല്ല, കുതിരനെ വളക്കാൻ. ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്? അപ്പൊ നിലത്ത് വീഴുന്ന ഉറപ്പായല്ലേ? മുറുക്കെ പിടിച്ചോ. ആരോടാ? എന്നോട് ഞാൻ തന്നെ പറഞ്ഞതാ. ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കിടക്കണത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണോ? ഈ കുതിരേനെ ഇനി എങ്ങനെ നിർത്തൂടാ? വെള്ളം കാണിച്ചാ മതിയടാ. വെള്ളം കണ്ട കുതിര നിക്കൂ? കേട്ടിട്ടില്ലേ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിക്കും കുതിരാന്ന്. വീഴ്ത്തല്ലേ വീഴ്ത്തല്ലേ. നീയോ ചാവാൻ നടക്കണ്, എന്നെ കൂടി കൊലക്കൊടുക്കണ എന്തിനാ? നീ എന്റെ പാർട്ട്ണർ അല്ലടാ ദേവി. ഇങ്ങനെ ഒരു പാർട്ട്ണറെ വേറെ ആർക്കും കൊടുക്കല്ലേ? ഇല്ല, ആർക്കും കൊടുക്കില്ല. നിനക്ക് തന്നെ അറിയാട്ടാ. ഈശ്വര, ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുക. ചേട്ടാ സൂക്ഷിച്ച്. നീ ആ തൂണ് കണ്ടാ? ഞാൻ കണ്ടു, പക്ഷെ കുതിര കണ്ടോന്ന് അറിയില്ല. നിന്നടാ. ഒരു കുതിരപ്പുറത്ത് 2 കഴുതകൾ. അപൂർവ കാഴ്ചയാ. ആണായി പറഞ്ഞവരാരും ഇല്ലേ വീട്ടിൽ? എന്താ? ആരെങ്കിലും ഒന്ന് വിളിക്ക്. ആരോഗ്യമുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി. എന്താടാ? നീ തികയില്ല. ഇവിടുത്തെ തടിമാടന്മാരില്ലേ, അവരെ വിളിക്ക്. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? കുതിരപ്പുറത്തൊന്ന് അംഗം വെട്ടാൻ. ഇത് പുത്തൂരം വീടല്ല. എന്നടാ ഇങ്ങ കലാട്ടാ? ഇങ്ങ വാ. എന്നടാ? ഒന്ന് ഇറക്കി തരൂ. ഞങ്ങളെ ഒന്ന് താഴെ ഇറക്കി തരൂ. ഓ, അതാണോ കാര്യം? അത് ഈസി അല്ലേ? ഇപ്പൊ ഇറക്കി തരാം. ഇത് വെറും കുതിരയല്ലടാ, ടിപ്പർ കുതിരയാ. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമ്മൾ അൺലോഡ് ചെയ്തത്. അതെ, താൻ ഈ കുതിരനെ പൊക്കാൻ വേണ്ടി എന്ത് കൊണാപ്പാ ചെയ്തത്? അത് നിസാരം. അതിന്റെ പൊക്കിളിന്റെ താഴെ ഒന്ന് ഇക്കിളിയാക്കി കൊടുത്താ മതി. എന്നാ എന്റെ പൊക്കിളിന്റെ താഴെ ഒന്ന് ഇക്കിളിയാക്കിയേ. എനിക്കും പൊങ്ങാൻ പറ്റണില്ല. അതെവിടെ? എന്താ? അത് പൊക്കിളല്ല, പിന്നെ അത് കപ്പിളാ. കറുപ്പായ ഈ ചട്ടിയുടെ കരിയായതായിരിക്കും. കറുപ്പയ്യ. അമ്മോ, എന്താ ഇവിടെ? യാറാ നീങ്ക? പാണ്ഡിതുരണ്ണൻ അയച്ചതാ. ഞങ്ങള് ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എങ്ങനെ? ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കേട്ടില്ലേ? കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90. പാട്ട് പറഞ്ഞോടാ പട്ടി. പറഞ്ഞിട്ട് കേൾക്കണില്ല, പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ. ഇനി ഉറക്കെ പറഞ്ഞോളാം. ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ஏங்க பாவம் ஏன் கிண்டல் பண்றீங்க? சொல்ல வந்த விஷயம் என்னமோ அதை சொல்லிட்டு சீக்கிரமா போங்கப்பா. ആ സ്ഥലം വാങ്ങിയ മലയാളി ആരായാലും ഞങ്ങൾ കണ്ടുപിടിക്കാം. അയാളിൽ നിന്ന് ആ സ്ഥലം മുതലാളിയും അണ്ണനും കൂടി ഷെയർ ചെയ്ത് വാങ്ങിയ പിന്നെ 2 കൂട്ടർക്കും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാത്രമല്ല, ഇതേ തുടർന്നുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും തീരും. എടാ, നിന്റെ പാണ്ഡിത്തറ അണ്ണനോട് പറ, ഇവിടെ വന്ന് എന്റെ കാല് പിടിച്ച് കരഞ്ഞു മാപ്പ് പറയാൻ. കാല് പാണ്ഡിതുരണ്ണനും ഉണ്ടല്ലോ. മുതലാളി അവിടെ വന്ന് പിടിച്ചാലും മതി. ഇനി കിട്ടണത് നീ മേടിച്ചോ? അവന്റെ എച്ചിൽ നിന്നിട്ട് ഈ മുറ്റത്ത് വന്ന് കുരയ്ക്കുന്നോടാ നായേ.
താങ്ക് യു. താങ്ക് യു. മുഖത്തെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു. പേടിക്കണ്ട, തുണിയിട്ടുണ്ട്. എന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ആ സ്ഥലത്തിന്റെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഞാൻ ആളെ വിട്ടു. ആ ആളിനെ അവമാനിച്ചു വിട്ടില്ലേ? നീ ഇനി സംസാരിക്കണ്ട. എടേ, നീ അയാളുടെ മോളില്ലേ? ഈ ഇറങ്ങടിക്കീളെ. നീ സംസാരിച്ചാ മതി. ഈ പ്രശ്നം പറഞ്ഞു തീർക്കാതെ നീയോ നിന്റെ അച്ഛനോ എവിടെ പോകില്ല. പേസടി പേസടി പേസ. Okay. Let us talk about your bloody 30 acres land. Talk about your bloody 30 acres land. Come on. Come on, man. டேய் பாண்டி, என்னடா பேசுறா? பேசு. உனக்கு தெரியுமாடா இது ஏபிசிடிடா. டேய் நீ ஊருக்கு பெரியவன் தானே, நீ பயங்கரம் தானே. பேசடா மோளே, இங்க வா, பேசி முடி. டேய் பாண்டி, എന്റെ മോള് ഡിഗ്രിയാണടാ, ഡിഗ്രി. വീട്ടിൽ ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. എടാ, സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, ചൊൽ. Excuse me. What's happening here? What's the matter? നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ ചൊല്ലടാ. ചൊല്ല്. Hey, old man. What's going on here? What's wrong with you? Hey, come on, man. Come on. Hey, let's talk about the 30 acres of land. The bloody 30 acres of land. Hey, Humpty Dumpty sat on a wall. Twinkle, twinkle, little star. How I wonder what you are. Hey! വണ്ടി എടുക്കട്ടെ മോളെ. Hey, madam, you know one thing? Once upon a time, there was a lion lived in the dense forest. His name is Pandidure. अबे सुन, पांडिदुर अन्ना और मैं जो कहते हैं वही हम पे चलेगा. हिंदी अन्ना. वो 30 एकड़ जमीन है ना, वो अन्ना की है. सिर्फ अन्ना की है. समझा? समझा बेटी? ഈ ഹിന്ദിക്ക് മറു ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് കർപ്പയ്യ എന്നല്ല, നീ ചെവിയെ നുള്ളിക്കോ. വാ മോളെ, കൈയടിക്കടാ. ഒന്നാണോ സ്നേഹം കാണിക്കുന്നത്? അവനല്ലേ ആ ഇംഗ്ലീഷ് പറഞ്ഞ തണ്ടി? അവനെ കുറിച്ച് നീ അന്വേഷിച്ചോ? പിന്നെ എല്ലാം കിട്ടി. എങ്കി പറയടാ. അവനൊരു മലയാളിയാ, പാണ്ഡ്യദുരയുടെ അടുത്ത് പുതുതായിട്ട് വന്നവൻ. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ടായോ? എടാ മണ്ട, എന്തോ അവനെ കുറിച്ച് കൂടുതൽ അറിയണം. വെറുതെ ഒരുത്തന ഒരു ദിവസം അങ്ങനെ പൊട്ടിമുളയ്ക്കത്തില്ല. ആത്മാക്കളെ അനുഗ്രഹിക്കണേ. വേണ്ട. ഇതെന്താ എന്നും ആത്മാക്കളോട് പ്രാർത്ഥിച്ചിട്ട് ഗ്ലാസ് എനിക്ക് തരുന്നത്? നിനക്ക് ശരീരമില്ലല്ലോ, ആത്മാവ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നീ കുടിച്ചാലും മതി. കുടി. വേണ്ട. കുടിയടാ. ആ പവനൻ. പവനനല്ല, പുവനൻ. ആനനൻ. അവൻ ആരായാലും അവനെ എന്തിനാ ഈ മണ്ണിൽ നട്ടതെന്ന് എനിക്കറിയണം. മുതലാളി, എന്താടാ? നമുക്കൊരു ഫ്രിഡ്ജ് മേടിച്ചാലോ? എന്തിനാടാ? ഐസ് ഇടാതെ അടിച്ചിട്ടൊരു സുഖമില്ല. നിന്റെ അച്ഛൻ അവനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ചെലപ്പോ നിന്നെ കെട്ടിച്ചു കൊടുക്കാനാവും. ഈ മുത്തശ്ശിക്ക് എന്താ? യോ, ഇതെന്താ ഹൈ ഹീൽസോ? പൊക്കം പോരാ. വയസ്സാം കാലത്തെ അഭ്യാസമൊക്കെ വേണോ മുത്തശ്ശി? നിനക്കെന്താ എത്ര കുശുമ്പ്? ഇത്ര വയസ്സ് വരെ ഇടാവൂന്ന് ഈ ചെരുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിനക്ക് അവന് ഇഷ്ടമാണെന്ന്. ഇഷ്ടോ? എനിക്കോ? ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അവനെ നീ അന്ന് അത്ര ഉപദ്രവിച്ചത്? പിന്നെ ഇഷ്ടം വന്ന ആരെങ്കിലും ഉപദ്രവിക്കൂ? നീ അങ്ങനെയാ. ഇഷ്ടം കൂടുമ്പോഴല്ലേ നീ എന്നെ പിച്ചയോ മാണ്ടോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ എന്നെക്കാളും ഇഷ്ടം
നിനക്ക് അവനെയാ. ആണോ? എന്നാ അങ്ങ് സഹിച്ചാ മതി കേട്ടോ. യ്യോ. പളനിയാണ്ടവനാണ് സത്യം. അവിടെ സത്യം പറച്ചിൽ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത് ചോളം വിറ്റതെന്ന് ഇസ്കിയ കാശ്, ഇത് കരിമ്പ് വിറ്റതെന്ന് ഇസ്കിയ കാശ്, ഇത് താറാവ്. ഇന്ന് ഇത്ര ഇസ്കിയല്ലോടാ? ആ ഉണ്ട് ഉണ്ട്. ഇത് കോഴി വിറ്റതിന്റെ, ഇത് തേങ്ങ വിറ്റതിന്റെ. ആ എന്താടാ? തേങ്ങ മുതലാളിയുടെ അല്ല, മുത്തൂന്റെ പറമ്പില്. എടാ, 2 തുള്ളി കള്ളി എന്നാ നിന്റെ ഉള്ളി ഉള്ളതെല്ലാം പുറത്തു വരും. പിന്നെ എന്തിനാടാ മോട്ടിക്കുന്നത് മണ്ട? മണ്ടൻ ആരാ മണ്ടൻ? ഞാൻ എന്തിനാ മോട്ടിക്കുന്നത്? കള്ള് കുടിക്ക. മുതലാളി എന്താ ചെയ്യുന്നത്? എന്നും എനിക്ക് കള്ള് തന്നിട്ട് സത്യം പറയിപ്പിക്കും. ഞാൻ ഷാപ്പിൽ കൊടുക്കാനുള്ള കാശ് മുതലാളിക്ക് തരും. എനിക്ക് ഷാപ്പിലേക്കുള്ള യാത്ര ലാഭം. വാട്ടീസ് എനിക്ക് വീട്ടിൽ കിട്ടും. ഇപ്പൊ പറ, ആരാ മണ്ടൻ? എന്നാ മുത്തുവിന്റെ തേങ്ങയുടെ കാശ് താൻ ടിപ്പായിട്ട് എടുത്തോടോ മരമണ്ട. ഓ തിരുമണ്ട. ചിക്കൻ ഫ്രൈ, വെള്ളം. നീ രക്ഷപ്പെട്ടു. അണ്ണന് നിന്നെ അത്രയ്ക്ക് പിടിച്ചു. അല്ലാണ്ട് ഒരിക്കലും ഇവിടെ ഇരുത്തി തീറ്റ തരില്ല. വേഗം ചാപ്പിട്ടോ, അല്ലെങ്കിൽ ഇതുവരെ ചാപ്പിട്ടതെല്ലാം സൂപ്പാക്കി പുറത്തു വരുത്തും. നീ എതുവരെ പഠിച്ചിട്ടുണ്ട്? MA വരെ പഠിച്ചു. MA വരെ പഠിച്ചിട്ടുണ്ടാ? ஏண்டா அவ்வளோ பெரிய படிப்பு படிச்சுட்டு எதுக்குடா இந்த வேலை பண்ற? അതായത് ഇവൻ പെരിയ വീട്ടു പുള്ളിയായിരുന്നു. ഇത്തിരി ദാരിദ്ര്യം വന്നു. MA കൊണ്ട് വിശപ്പ് മാറില്ലല്ലോ. MA വരെ പഠിച്ച ഒരു ആൾ இந்த ஊர்ல இல்ல. അതുകൊണ്ട് ഇവിടെ ദാരിദ്ര്യം ഇല്ല. வாய மூடுறா புறம்போக்கு. எவ்வளவு பெரிய ஆளு. ஐயோ நீ இருக்கு பணக்கார இல்லடா, படிச்சவன் தான் பெரியவனா. இனி நீ அடி இடி கூண்டா பண்ணி ஒண்ணும் செய்யண்டா. ஏய் புறம்போக்கு, சொன்னது புரிஞ்சதில்ல? அந்த காலு கிட்ட சொல்லிடு. நீ படிச்சவன் இல்ல, படிச்சுக்கணும், மதிக்கணும். அப்புறம் நீ கொஞ்சம் எனக்கு இங்கிலீஷ் படிப்பிக்கணும். എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. നീ എനിക്ക് വാദ്യാർ. അയ്യോ വേണ്ട, ഞാൻ പഴയ പണി ചെയ്തോളാം. ഞാനിത് ഊർക്ക് പുതുസ്. നീ വാദ്യാർ. വാദ്യാർ ആശീർവദിക്കണം. അമ്മ நல்ல புத்தி சொல்லி குடுறா. മംഗളേശ്വര ഭവന്തു. അയ്യോ ശിഷ്യ കോഴി. സോറി. വാദ്യാർ മതിക്കണോ? வணக்கம் சார். வணக்கம் ஐயா. സൗഖ്യമാണ് ഇംഗ്ലീഷിൽ എങ്ങനെയാ ചോദിക്കുന്നത്? ഹൗ ആർ യു? ഹൗ ആർ യു? വണക്കം വണക്കം വണക്കം. ഹൗ ആർ യു? I am fine, thanks. I am fine, thanks. வாங்க ஐயா, வாங்க வாங்க. വെയിറ്റ് തന്നില്ല. எல்லாருக்கும் வணக்கம். மேடையில பொதுவா பெரியவர் தான் முதல்ல பேசணும். இந்த மேடையில பெரியவர் கருப்புசாமி அவர்கள் தான். அவர் வயசுல மட்டும்தான் பெரியவர். ஆனாலும் பெரியவர்ங்கிற முறையில அவர் தான் முதல் பேசணும். அவர் பேசுவார்கள், இங்கிலீஷ்ல பேசுவார்கள். Come on, Mr. Karpusamy. Please speak something about annual day. அவர் வீட்ல இங்கிலீஷ் தானே பேசுறாரு. ആര് പറഞ്ഞു? இங்கேயும் இங்கிலீஷ் தான் பேசுவார்.
Come on, Mr. Karpasamy. Speak in English. வணக்கம். I am fine. Thanks. பெரியோர்களே, குழந்தைகளே, இது சந்தோஷிக்க வேண்டிய நாள். எல்லாரும் ஆடணும், பாடணும். முதல்ல ஏன் பொண்ணு மீனா பாடுவா. ஏன் பொண்ணு கேரளாவில போய் சங்கீதம் படிச்சவள். இந்த கொலகார பசங்களுக்கு சங்கீதமே தெரியாது. ஆனா எங்களுக்கு தெரியும். என் குடும்பமே சங்கீத குடும்பம். மீனம்மா வாமா. അവൾ പാടാൻ പാടില്ല. നിനക്ക് ടപ്പാങ്കുത്തറിയോ? അറിയില്ല. ആടാ, പണ്ട് സൈക്കിളോട്ടുകാർ നാട്ടിൽ വന്നപ്പോ നടത്തിയ സൈക്കിളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മതി. ഇനി നീ ഇവിടെ നിൽക്കരുത്. പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. സംഗതി തമ്പിയും തുമ്പിന്നൊക്കെ പറയുമെങ്കിലും എപ്പോഴും നിന്നെ രക്ഷിക്കാൻ പാണ്ഡിത്യരും കുട്ടികളും ഉണ്ടാവില്ല. എടാ, ഞാൻ പോയാ ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. കറുപ്പയെ കുറിച്ച് നിനക്ക് അറിയില്ല. എടാ, അവൻ പറയുന്ന കേക്ക്. നീ എങ്ങോട്ടെങ്കിലും പോ. ഞാനും പോവാ, എങ്ങോട്ടൊന്നില്ലാതെ പോവാ. അങ്ങനെ പോവാണെങ്കിൽ നിനക്ക് ഇവന്റെ കൂടെ പൊക്കൂടെ? അവൻ ഒറ്റക്കല്ലടാ പോണത്. നിന്റെ കൂടെ വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇനിയൊരു എടാ കൂടത്ത് ചെന്ന് ചാടി കളയാനുള്ള ബ്ലഡ് ഈ ബോഡിയിൽ ഇല്ലാതായി പോയി. അത്രക്ക് ദണ്ണമാണെങ്കിൽ നിനക്ക് ഇവന്റെ കൂടെ പോയിക്കൂടെ? പോകാമായിരുന്നു. ഈ നാടും കൂടെ വിട്ട് ഇവന്റെ കൂടെ പോയാ പിന്നെ എനിക്ക് നാട് വിട്ടു പോകാൻ ഒരു നാടില്ലാതാകൂലേ ഈ ഭൂപടത്തില്? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. അല്ല, നീ ഡ്രസ്സൊന്നും ഇടുന്നില്ലേ? പിന്നെ എവിടെയെങ്കിലും പോയി പിച്ചെടുക്കാൻ പോണവന് എന്തിനാണോ ഡ്രസ്? ഉള്ളതും കൂടി കിരുക്കളല്ലേ വേണ്ടത്? ഇല്ലടാ, ഇല്ലടാ, അല്ലേ, അല്ലേ? വാതിലില് മുട്ടിയതാ. ഓ ഭാഗ്യം, നീ കോളിമ്പല്ലാണെന്ന് കരുതി കണ്ണി കുത്തിയില്ല. നീ ആരടാ? പഴയ ജനതാ പാർട്ടിയുടെ ചിഹ്നോ കലപ്പയേന്തിയ കർഷകൻ? ഞാൻ കറുപ്പയ്യ സ്വാമിയുടെ വീട്ടിൽ നിന്ന് വരിക. എന്താ കാര്യം? എനിക്ക് പൂനേന്ദ്രനെ ഒന്ന് കാണണം. പൂനേന്ദ്രൻ അകത്തിരിപ്പുണ്ട്, പോയി കണ്ടോ. താൻ എന്തിനാ എന്നെ തല്ലിയത്? നോ റീസൺ. ഞാൻ വിചാരിച്ച് നടയടിയാണെന്ന്. ഈ പാണ്ഡിതരുടെ പെങ്ങളുടെ മോളല്ലേ മീന? അമ്മാവും മരുമോളെ കല്യാണം കഴിക്കൂ. എടാ, തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ്. ചേച്ചിയുടെ മോള് മുറപ്പെണ്ണ. ബുവാ, ഈ പറയുന്ന പോലെ കല്യാണം നടന്ന എന്തായാലും രണ്ടു കുടുംബങ്ങൾ ഒന്നാവും. ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നടാ. ആ 30 ഏക്കർ 300 ഏക്കറിന്റെ വിലക്ക് വിൽക്കാൻ പറ്റും. ഓ, എങ്കിൽ നീ ഒന്നും ആലോചിക്കാനില്ല. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിരുന്ന നീ ഇനി മുതൽ മാരേജ് ബ്രോക്കർ ആവാൻ പോകുന്നു. പാണ്ഡിതരുടെ കല്യാണം നടത്താൻ പോകുന്നു. ഓം പവിത്രം പാവനാശനം സർവവിഘ്നോപശാന്തി. എന്തിനാരി? ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ഐശ്വര്യമായിട്ട് തന്നായിരിക്കും. അതുകൊണ്ടല്ല, അയാൾ എങ്ങാൻ നിന്നെ തല്ലിക്കൊന്നാൽ വായിക്കലിടാൻ ഒരു പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് അഡ്വാൻസ് ആയി തന്നതാ. അവനോട് എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? അയ്യോ, തന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഓ പവിത്രം പാവനാശനം. അങ്ങനെ അങ്ങനെ തമിഴ്നാട്ടിലെ ആണാറാന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന് സിലമ്പാട്ടെന്ന് പറയും. എടാ, ഈ അടിത്തടയൊക്കെ നല്ലോണം പഠിക്കണോ? കൂടെ അപ്പൊതാണ് ആരടിക്കാൻ വന്നാലും അടിച്ചു ഓടിക്ക മുടിയും. ഇവിടെ ഇങ്ങനെ അടി. അയ്യോ, സോറി, ഞാൻ മര്യാദക്ക് പഠിച്ചോളാം. അല്ല, പഠിച്ചിട്ട് ആരെ അടിച്ചോടിക്കേണ്ടത്? ആ 30 ഏക്കർ സ്ഥലം വാങ്ങിച്ച അവന്മാരെയോ അതോ മീനെ കെട്ടാൻ വരുന്നവനെയോ? 30 ഏക്കർ സ്ഥലത്തിന്റെ ആളെ അടിക്കണ്ട, കൊന്നാ മതി. ഓ, പിന്നെ മീനയെ കെട്ടാൻ പറഞ്ഞവനെ കൊന്നിട്ട് 2 കൈക്കാലും വെട്ടിക്കണ്ടു കുത്തി അയ്യോ, എന്തിന്? പിന്നെ അവളുടെ മുറമാമനായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോ അവളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്നതാ കാര്യം. അപ്പൊ അണ്ണൻ അവളെ ഇഷ്ടാണല്ലേ? എങ്കിൽ പിന്നെ അണ്ണൻ അവളെ കല്യാണം കഴിച്ചൂടെ? പെണ്ണെ ചോദിക്കാൻ എന്റെ അപ്പൻ പോകുവാടാ. എന്റെ അപ്പം മോളെന്തിനാണ്? അണ്ണന് പോയി ചോദിച്ചൂടെ? എടാ കഴുതേ, ഞാൻ പെണ്ണെ ചോദിച്ചിട്ട് അവർ പറ്റില്ലാൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും വിലയുണ്ടാവും? അവൾക്ക് സമ്മതാണെങ്കിലാ? അവൾ സമ്മതിക്കില്ല, അവളുടെ അച്ഛനും സമ്മതിക്കില്ല. എന്തിനെ
എന്റെ സ്വന്തം അക്ക അവളുടെ അമ്മ, അവൾ പോലും സമ്മതിക്കില്ല. സമ്മതിക്കും, ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. അത് അവൾ പറയണം, എന്നോട് നേരിട്ട് ഒന്ന് പറയണം, അപ്പൊ ഞാൻ വിശ്വസിച്ചോളാം. പറയും, ഞാൻ അവളെ കൊണ്ട് പറയും. എന്നടാ മര്യാദ എല്ലാമേ അവളിവൾ എന്നൊക്കെ വിളിക്കുന്നത്? നാ കെട്ടപ്പുറ പെണ്ണാത് മീനമ്മാന്ന് വിളിക്കണോ? ഏത് മീനമ്മ? എന്ത് സാധനം, എന്ത് സാധനം? വടി ഞാൻ പഠിക്കട്ടെ, ഇങ്ങനെ ഇവരോട് പഠിക്കട്ടെ. അടിക്കടാ, ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. ഈ രജനീകാന്തിനെ സമ്മതിക്കണം. ആരടാ പെണ്ണെ കാണാൻ പോകുന്നത്? അണ്ണൻ. പിന്നെ നിനക്കെന്തിനടാ ഇത്രയും ഭംഗി? ബാസി, ഭംഗി കുറയ്ക്ക്. പിടിച്ചേ. ഇതെന്താ പുണ്യാക്കോ? അണ്ണാ കാണിച്ചു തരാട്ടോ. അണ്ണാ എന്റെ ഭംഗി കുറച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ആ പെണ്ണിന് അണ്ണൻ ഇഷ്ടമാണെങ്കിൽ അണ്ണൻ കുറച്ചുകൂടി റൊമാൻറ്റിക് ആവണം. റൊമാൻറ്റിക്? അറിയില്ല. അത് ഈ ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം. അണ്ണാ, പെണ്ണ് കാണാൻ പോകുമ്പോ ഈ തോക്കും കൊണ്ട് എന്നാ പെണ്ണ് പേടിക്കും. ആ പെണ്ണിന്റെ ഉള്ള റൊമാൻറ്റിക് പോവും. നമുക്ക് ഈ തോക്ക് വേണ്ടണ്ണ. വേണം. എന്തിനാ? നീ പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ പെണ്ണെ കാണാൻ പോകുന്നത്. അവളെന്നെ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആ നിമിഷം കൊല്ലും. അയ്യോ, ആ പെണ്ണിനെ കൊല്ലൊന്നും വേണ്ട. അവളല്ലടാ, നിന്നെ. കേറ്. ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? ഗുഡ് മോർണിംഗ് അണ്ണ. നോക്കി, അപ്പോഴേക്കും പിണങ്ങിയ. അടുത്തു വന്നു നോക്കണ്ണ, പോസ് ഇടല്ലേട്ടാ. എത്ര നേരായിന്നറിയോ ഞങ്ങള് കാത്തിക്കണു. അണ്ണനാണെങ്കിലോ എനിക്കറിയില്ല, എന്തൊരു ഇഷ്ടോ കുട്ടിയോട്. ഓ, എനിക്ക് സന്തോഷായി. ആയോ? മതി, അത് മതി. എത്രയോ കാലമായിട്ട് ശത്രുക്കളായി കഴിഞ്ഞ കുടുംബം അത്. പക്ഷെ കുട്ടിയോട് അണ്ണന് ഭയങ്കര ഇഷ്ട. കുട്ടിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് കുട്ടി ചെറുതായിരുന്നപ്പോ ഇതേ സ്ഥലത്ത് വെച്ച് ഒരു തുമ്പിയെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ല. ഉണ്ടാവില്ല. അന്ന് കുട്ടി ചെറിയ കുട്ടിയായിരുന്നില്ലേ കുട്ടി? പക്ഷേ അണ്ണനത് ഓർമ്മയുണ്ട്. ഈ അണ്ണൻ കുട്ടിക്ക് വേണ്ടി തുമ്പിയെ പിടിക്കാൻ ഒരു മരത്തിന്റെ മുകളിൽ കേറിയിട്ട് സോറി, അന്ന് ആ മരത്തിന്റെ കൊമ്പ് കൊണ്ട് കീറിയതാ. ഇതേതോ കാളപ്പോരിൽ പറ്റിയതല്ലേ? അതെ. അല്ല, അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന. സത്യത്തിൽ കുട്ടിയോടുള്ള സ്നേഹത്തിന്റെ സ്മാരക ശരിയാണത്. അണ്ണന്റെ മനസ്സിൽ കുട്ടി മാത്രമേ ഉള്ളൂ. എന്നോട് അത്രയ്ക്ക് സ്നേഹം ഇപ്പോഴുണ്ടാവോ? ഉണ്ടോന്നോ അണ്ണേ? നാണം കണ്ടില്ല. എങ്കി എനിക്കിപ്പോ ഒരു തുമ്പിയെ വേണമെന്ന് പറഞ്ഞാ പിടിച്ചു തരുമോ? തരുമോന്നോ? അണ്ണേ, സീക്രട്ട് തുമ്പിയെ പിടിച്ചോട്. അണ്ണാ, ഇതാ റൊമാൻറ്റിക്. ഇതാ നിന്നെ പിന്നെ കണ്ടോളാം. അതെന്തിന്? യാറണ്ണേ? തുമ്പിടാ പുറമ്പോക്ക്. അവളോട് അമ്മമ്മയുടെ തുമ്പി. ആശ്വാസായി. ആ മനുഷ്യഹൃദയം കണ്ടോ? ഐസ് കട്ട പോലെ അലിഞ്ഞുപോയി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്നെയും എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ നല്ല ഹൃദയത്തിന്റെ ഉടമയെ ഒരു കോമാളിയായി ഇത്ര പെട്ടെന്ന് എന്റെ മുന്നിൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കോമാളിയാ? അപ്പോ കുട്ടി കല്യാണത്തിന് സമ്മതിച്ചു വന്നല്ലേ? കല്യാണത്തിനോ? ഞാനോ? ഈ കാട്ടുപോത്തിനെ എന്റെ തലയെ കെട്ടിവെച്ചിട്ട് ആ 30 ഏക്കർ സ്ഥലവും വിറ്റ് കാശ് പെട്ടിയിലാക്കി സുഖമായിട്ട് ഇവിടുന്ന് പോവാന്ന് ചേട്ടൻ കരുതിയല്ലേ? എനിക്കതൊന്ന് കാണണം. കുട്ടി എന്തായി പറയണേ? തൽക്കാലം അയാള് തുമ്പിയും പിടിച്ച് നടക്കട്ടെ. അവസാനം എന്റെ കഴുത്തില് താലി കെട്ടാന്നും പറഞ്ഞു വരുമല്ലോ. വരുമ്പോ ഞങ്ങളെ ഇത്രയും കാലം അപമാനിച്ചതിനൊക്കെ സമ്മാനമായി
ഞാനൊരു സമ്മാനം കൊടുക്കും. എന്ത് സമ്മാനം? അന്ന് ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയും എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെയല്ലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ. അയ്യോ കുട്ടി, സത്യത്തിൽ കുട്ടി അപ്പോ വേറെ ആളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ട്. ആരാവൻ? താൻ. താൻ തന്നെ. ഞാനോ? അതെ, അയാളെക്കാൾ ചെറുപ്പം, പോരാത്തതിന് മലയാളി, നന്നായിട്ട് ഇംഗ്ലീഷ് പറയുകയും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളല്ലേ. എനിക്ക് തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാ അയാൾ വിശ്വസിക്കില്ലേ? വിശ്വസിക്കും. എവിടെ പോയി? ഈ ഐഡിയ പുറത്തു പറയണ്ട. എന്താ, റൊമാൻറ്റിക് അല്ലേ? അയ്യോ, എന്നെ ചതിക്കല്ലേ. അങ്ങനെയൊന്നും പറയല്ലേ, അയാൾ എന്നെ ശരിക്കും വെടിവെച്ച് കൊല്ലും. തുമ്പി കിട്ടിയില്ല, ഒരു മുയല വെടിവെച്ച് പിടിച്ചാച്ച്. ഇത് റൊമാൻറ്റിക് താനേ. വരയില്ലേ? നമ്മള് പാർട്ട്ണർഷിപ്പിൽ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. ആണോ? തവളയെ പിടിക്കാനും ഓന്തിനെ പിടിക്കാനും പാമ്പിനെ പിടിക്കാനും പോയിട്ടുണ്ട്. പെണ്ണ് പിടിക്കാൻ പോണത് ആദ്യമായിട്ടാ. ശരിയാടാ പാർട്ട്ണറെ, പക്ഷെ ഈ ബിസിനസ് നിന്നെങ്കിലും നിനക്ക് എന്നെ ഒഴിവാക്കായിരുന്നു. നിന്നെ വിളിച്ചില്ലല്ലോ, നീ എന്തിനാ എന്റെ പുറകെ നിഴല് പോലെ വരണത്? നിഴലിനെ ആരും വിളിക്കണ്ടല്ലോ, ഉടമസ്ഥൻ ഏത് തെണ്ടിയാണെങ്കിലും വന്നല്ലേ പറ്റൂ. നീ എന്തിനാ എന്നെ ചവിട്ടിയത്? എന്റെ നിഴലിനെ എനിക്ക് കുത്താൻ ചവിട്ടാൻ മാന്താ. ഒരിക്കൽ നീ എന്റെ നിഴലാകൂടാ, അന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. നീ എന്തേ കാണിച്ച? ഞാനല്ല, നിഴലല്ലേ. എന്റെ ഗുരുവായൂരപ്പ, ആരോ എന്തോ പറയുന്നുണ്ടല്ലേ. പറയല്ലേ. ആരടാ അത്? ഇതിനകത്ത് വെളിച്ചോയില്ലേ? ഓ സോറി. കൊല്ലി ഞാൻ, ഓടിച്ചിട്ട് കൊല്ലി ഞാൻ, വീട്ടിൽ പോടും. யாரடா அது? வா, யாருன்னு சொல்லடா. ஏய், என்ன சத்தம்? டேய் முருகா, என்னென்ன வாங்கடா. ഈ വീട്ടിൽ ഒരു സ്ഥലമില്ല. என்னென்ன பாருடா. டேய், என்ன இல்லடா, சுத்தி பாருடா. ஓ என்ன ஏதோ சத்தம் கேட்டாச்சு, யாராவது ஒளிஞ்சிருக்கிறத பாருடா. ஓ அப்படியா? டேய், அந்த பக்கம் போட. போடா. இந்த பக்கம் போட. போடா. நீ அந்த பக்கம் போட. ஏய், ஐயோ மன்னிச்சிடுங்கண்ணே. நீ இந்த பக்கம் போடா நாயே. சரி என்ன? നീ ആരെന്ന് ചൊല്ല മാട്ടിയാ? ഈശ്വരാ, അങ്ങനെ ആരും ഉണ്ടാവില്ലേ? டேய், ഓ കണ്ടോടാ? കണ്ടു. എന്നിട്ട് എന്താണ് ആ പട്ടി അടിക്കാത്തത്? എന്നെ തല്ലല്ല പറഞ്ഞത്. നിങ്ങൾ 5 പേരല്ലാതെ ഇനി ഒരുത്തനെ കണ്ടാൽ അപ്പൊ തല്ലണം. ഇപ്പൊ എന്തിനാണ് തല്ലിയത്? നീങ്ക വേറൊരാള് തന്നെ. ഈ പൊട്ടന്മാരടുത്ത് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എടാ, ഇന്ത മാതിരി അകത്തുനിന്ന് ഒരാള് പുറത്തേക്ക് വരുമ്പോ പിടിക്കാൻ പാടില്ല, പുറത്തുനിന്ന് ഒരാൾ അകത്ത് കയറിയാ അപ്പ ഇടിക്കണം. പൊരിയതാ. എന്റെ മുതുകൊളവാക്കി. അകത്തുനിന്ന് പുറത്തിറങ്ങിയാലും ഇടിക്കണ്ട, പുറത്തുനിന്ന് അകത്ത് കയറിയാലും ഇടിക്കണ്ട കേട്ടാ. വെള്ളം അടിച്ചാച്ച് വന്നേക്കണ്. കൊല്ലു ഞാൻ. വേണ്ട, ഈ റൂമിൽ ഒളിക്കാം. இங்க யாருமே இல்லையே. ഒളിച്ചെന്ന് കനി തൂണിന്റെ മറയെങ്കിലും കിട്ടിയത് എന്റെ ഭാഗ്യം. എന്താ എന്താ ഇവിടെ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വാ, എവിടെയെങ്കിലും പോയി ഒളിക്കാം. ഒളിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് പോകാനുള്ളതാ. ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. എവിടെ ഒളിക്കാന്നാ പറഞ്ഞത്? മോളില്. താങ്ക് യു. ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടെ? പോയാവരെ പോയനെ. എന്ത് പറയാൻ ഇപ്പൊ ഇവിടെ കെട്ടിയെടുത്തത്? ഐ ലവ് യു. ഞാൻ പറഞ്ഞല്ല, പാണ്ഡിതുരണ്ണൻ പറയാൻ പറഞ്ഞോട്ടതാ. അങ്ങേർക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്ന്. അയാളെന്താ ചാവാൻ കിടക്ക? കിടക്കൂല, ഉറക്കം പോയിരിക്ക. എന്നോടാ കളി? അവിടെ എങ്ങനെ പോയി ഒളിക്കേ? ഒളിച്ചു. അയ്യോ അയ്യോ, സോറി, ഞാൻ തന്നെ. അയ്യോ, പേടിക്കണ്ട, പിന്നെ ഞാൻ തന്നെ. എല്ലാം ഞാനാ ഞാൻ തന്നെയാണ്.
ഈ പ്രദേശത്ത് നിന്ന് അങ്ങനെ ഒച്ച കേൾക്കാറില്ലല്ലോ. ഓ ഇതല്ല. ആ കാളത്തല. കാളയ്ക്കെവിടെ നീ വാച്ച് കെട്ടിയ കൈ? മുതലാളി എന്നടാ വീരമണി, വീരമണി ദേ വരുന്നു മുതലാളി. മുതലാളി എന്താടാ? രണ്ടും കൂടെ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കണു. ആരാടാ? രണ്ട് പൂച്ചകൾ. പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കുന്ന പൂച്ചയല്ല, പിന്നെ പട്ടിയാണോടാ? പട്ടി എന്നാ പൂച്ച അല്ല. ഒരൊറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. ഇപ്പൊ തന്നതോ? മനുഷ്യനെ വട്ടാക്കുന്നോടാ പട്ടി. ഓ എനിക്കിത് വേണമായിരുന്നു. അന്വേഷിച്ച് കണ്ടെത്തിയത് പുലിവാലായി. എന്തെങ്കിലും കണ്ട പറയുകയും വേണം, പറയാനും പാടില്ല. എന്നെ കിട്ടൂലേ. ഈ മൂട്ടകൾ കിടക്കാനും സമ്മതിക്കൂലല്ലേ. അസമയത്ത് അസ്ഥാനത്തിട്ടാ കുത്തുന്നത്. ഇടിച്ചു കൊല്ലില്ല. മൂട്ടകൾ ആനയുടെ കൊമ്പ് വെച്ചാണോ കുത്തുന്നത്? മൂട്ടയെ നമ്മുടെ മൊയിലാളി കണക്കാ. ഇഷ്ടപ്പെടാം. ഓ വിറ്റ് ഇത് മതി. ദൈവമേ, മൂട്ട വിഷോ? ശരിയാക്കി തരാടാ മൂട്ടകളെ. ഇനി ഈ അരിപ്പെട്ടി നിന്റെയൊക്കെ ശവപ്പെട്ടിയാടാ മൂട്ടകളെ. മുതലാളി ഇടയ്ക്കിടയ്ക്ക് കക്ഷത്തടിക്കുന്ന സാധനമാണ്. തീർന്നാലും വേണ്ടില്ല. നീ എന്റെ മൂട്ടിലെ ചോര കുടിക്കാമെന്ന് നീയൊക്കെ കരുതണ്ട. ഇനി നാളെ ഞാനിവിടെ വരുമ്പോ ഒറ്റയെണ്ണത്തിന് ജീവനോടെ കണ്ടേക്കരുത്. കോഴി കൂവി. നേരം വെളുത്തു. ഇന്ന് നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു കണിയായിരിക്കണേ. ദൈവമേ, ഇന്നലെ ഞാൻ കട്ടിന്റെ അടിയിലാണ് കിടന്നത്. ഇതിന് ഇങ്ങനെ ഒരു ഡോർ ഉണ്ടായിരുന്ന? കാര്യലാഭം, ധനയോഗം, ഇഷ്ടഭക്ഷണം എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഉഗ്രം കണി കാണിക്കണേ ഈശ്വര. ഒറ്റ രാത്രി കൊണ്ട് മതിലൊക്കെ മാറിയ ശത്രുക്ഷയം. എന്റെ എല്ലാ ശത്രുക്കളും ക്ഷയം വന്ന് ചാവട്ടെ. ധനലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി. ആരാത്? ഞാനാ മീന. ഇതെന്താ രാവിലെ? ഭുവന അടുക്കളയിലുണ്ട്, വേഗം ചെല്ല്. ഞാൻ ഈ കണിയൊന്ന് കണ്ടിട്ട് വരാം. രാവിലെ വന്ന് ഭുവന, ആ പ്രഷർ കുക്കർ ഓഫ് ചെയ്തോ? അരി വെന്തെന്നാ തോന്നണത്. ഏത് തെണ്ടിയാടാ ഈ കസേര ഉണ്ടെന്ന് വാതിക്കലിട്ടത്? ധനയോഗം. മുതലാളി എന്താ എന്റെ വീട്ടില്? നീ എന്താടാ എന്റെ വീട്ടിലെ? മുതലാളി എന്റെ വീട് വാങ്ങിച്ച? അയ്യോ, ഇത് മുതലാളിയുടെ വീടല്ലേ? അയ്യോ, എന്നെ പുഴുങ്ങല്ലേ. അയ്യോ, ഇനി പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോന്ന് ഒന്ന് ഓർത്തു നോക്കിയടാ. ഇല്ല, എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞില്ലേ. ഇനി ഒന്നുമില്ല. എന്റെ ഉള്ളു കാലിയാണ്. ഒന്നും ബാക്കിയില്ലേ? ആ ഭുവനേന്ദ്രൻ എന്തിനാടാ ഈ നാട്ടിൽ വന്നേ? ഏത്? നമ്മുടെ ചന്ദ്രേട്ടന്റെ മകൻ ഭുവനേന്ദ്രനാ? അവനെ ഞാൻ അറിയോ പോലുമില്ല. അവനെ നാട്ടിൽ വന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. ആഹാ, മുരുക പുഴുകടാ. പറയാ പറയാ പറയാ. അവന് സുഖമില്ലാതിരിക്കാണ്, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. എന്ത് പറ്റിയടാ? പനി പിടിച്ച? ആ പന്നികള് പിടിച്ചടാ. രാവിലെ അവന്മാരെന്നെ കെട്ടിത്തൂക്കി പുഴുങ്ങിയടാ. നിന്നെ പുഴുങ്ങാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഇവന്മാരെന്തിനാ നമ്മളൊക്കെ പുഴുങ്ങണത്? ഇവരൊക്കെ ഞാൻ പുഴുങ്ങിയത് എക്സ്പോർട്ട് ഉണ്ടാ? അതേടാ, ഭൂനേന്ദ്രന്റെ വീട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോവുക. ഞാൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞടാ. നമുക്കോടനെ പോണം. ഞാൻ ഈ കഞ്ഞിയൊന്ന് കുടിച്ചോട്ടെ. വെറും വയറ്റില് യാത്ര ചെയ്യരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വേണ്ടടാ, പോണ വഴിക്ക് അവന്മാര് വല്ല മട്ടനാ ചിക്കനൊക്കെ വാങ്ങി തരുമായിരിക്കും. എങ്കിൽ നന്നായി. പോകുന്ന വഴിക്ക് പള്ളിയേക്കടി കത്തി കയറ്റുമ്പോ വയറ്റിന്ന് കഞ്ഞി അച്ചാറൊക്കെ വരുന്നത് നമ്മുടെ നാടിന് നാണക്കേടല്ലേ? ചിക്കനും മട്ടനൊക്കെ ആകുമ്പോ അതിനൊരു അന്തസ്സുണ്ട്.